ഏഴാമത്തെ മനുവിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സപ്തമ മന്വന്തരത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു നമ്മൾ സത്യവ്രതൻ എന്ന് പറഞ്ഞ രാജാവ് കൃതമാല നദിയിൽ സന്ധ്യാവന്തനം കഴിക്കുമ്പോൾ മത്സ്യമൂർത്തിയെ കണ്ട കഥയൊക്കെ പറഞ്ഞല്ലോ. ഈ സത്യവ്രത മഹാരാജാവ് പിന്നീട് എന്താ ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മഹിമയുടെ പ്രത്യേകത കൊണ്ട് പിന്നീട് സൂര്യൻ്റെ പുത്രനായിട്ട് അവതരിച്ചു. അങ്ങനെ സൂര്യൻ്റെ പുത്രനായിട്ട് വരിക കാരണത്താൽ അദ്ദേഹത്തിന് എന്ത് പേരുണ്ടായി? വൈവസ്വതൻ എന്ന പേരുണ്ടായി. ഈ സൂര്യന് ഭസ്വാൻ വിവസ്വാൻ ഭസ്തിമാൻ എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ വിവസ്വാൻ വെച്ചാൽ സൂര്യൻ എന്നർത്ഥം. അപ്പോൾ സൂര്യൻ്റെ മകനാവുകൊണ്ട് വൈവസ്വതൻ എന്ന പേരുണ്ടായി. ഈ വൈവസ്വതൻ പിന്നീട് മനുവായി. അങ്ങനെ വൈവസ്വത മനു എന്നാണ്. ഈ വൈവസ്വത മനുവാണ് ഏഴാമത്തെ മനു. ആ മനുവിൻ്റെ കാലത്താണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ഈ ഏഴാമത്തെ മനുവിൻ്റെ കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏഴാമത്തെ മനുവിൻ്റെ ചരിത്രം എന്താ ചോദിച്ചാൽ അദ്ദേഹത്തിന് ആദ്യകാലത്ത് സന്താനങ്ങളൊന്നും ഉണ്ടായില്ല. കഴിച്ചുകൂടുന്ന കാലത്തെ അപ്പോൾ സന്താനങ്ങൾ ഇല്ല എന്ന് വന്ന സ്ഥിതിക്ക് അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ സന്താനം ഉണ്ടാവാനായിട്ടൊരു യജ്ഞം കഴിച്ചു. അപ്പോൾ യജ്ഞത്തിന് പുറപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായിച്ചാൽ പുത്രൻ ഉണ്ടാവണം എന്ന് നിരീക്ഷിച്ചിട്ടാണ് പുറപ്പെട്ടത്. ഇതുണ്ടായി വന്നപ്പോൾ പുത്രി ഉണ്ടായത്. ഈ പുത്രിയുടെ പേരാണ് ഇള എന്ന് പറയും. ഇള പുത്രിയായിട്ട് വന്ന സമയത്ത് രാജാവ് ചോദിച്ചു, പുത്രൻ ഉണ്ടാവണം എന്നല്ലേ പറഞ്ഞു, പിന്നെ എങ്ങനെ ഇത് പുത്രിയായത് ചോദിച്ചു. അപ്പോൾ രാജാവ് അങ്ങനെ ചോദിച്ചപ്പം പുരോഹിതന്മാർ പറഞ്ഞു, പുത്രൻ ഉണ്ടാവണം എന്നാണ് അങ്ങ് പറഞ്ഞത് വെച്ചാലും പിന്നീട് റാണി രാജാവിൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു പുത്രിയാണ് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായിട്ട് തീർന്നു? അതോ ഞങ്ങൾ അങ്ങനെ സങ്കല്പം, മറ്റേ കാമ്യകർമ്മങ്ങൾക്ക് സങ്കല്പം പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് അത് പുത്രിയായിട്ട് തീർന്നു. അപ്പോൾ പറഞ്ഞു അയ്യോ അങ്ങനെ പറ്റില്ല, എന്താ വെച്ചാൽ പുത്രനല്ലേ കൊട്ടാരം ഭരിക്കാൻ രാജാവൊക്കെ ഉണ്ടായിട്ട് ഇരിക്കുക വെച്ചാൽ രാജാവാണെങ്കിൽ പുത്രൻ വേണ്ടേ, മറ്റേതിനെ വെളിയിച്ചു കൊടുത്താൽ അത് പോവില്ലേ. അപ്പം അതുകൊണ്ട് പുത്രനാണ് വേണ്ടത്. അപ്പോൾ മഹർഷിമാരെ പുരോഹിതന്മാരെന്ത് ചെയ്തു? ഈ പുത്രിയായിട്ട് വന്ന ഇള എന്ന് പറഞ്ഞ പെൺകുട്ടി അവരുടെ ഭഗവൻ മഹിമ കൊണ്ട് ഉപാസനയുടെ ശക്തി കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ പുത്രനാക്കിയിട്ട് തീർത്തു. പുത്രനായിട്ട് തീർന്നപ്പോൾ പേര് മാറി, സുദ്യുമ്നൻ എന്നാണ് പേരുണ്ടായത്. ഈ സുദ്യുമ്നൻ ഇങ്ങനെ പുത്രനായിട്ട് കഴിച്ചു കൂട്ടുന്ന കാലത്ത് കുറച്ചു കാലമൊക്കെ കഴിഞ്ഞ കാലത്ത് ഒരിക്കലും ഈ യുവാവായിട്ടിരിക്കണ ഈ കുമാരൻ തൻ്റെ സുഹൃത്തുക്കളായ കുമാരന്മാരെയും കൂട്ടിയിട്ട് ഒരിക്കൽ കുതിരപ്പുറത്ത് കയറിയിട്ട് ഹിമാലയത്തിൻ്റെ ആ ഭാഗത്തൊക്കെ അങ്ങനെ ചുറ്റി സഞ്ചരിക്കാനായിട്ട് പുറപ്പെട്ടു. ഇവർ ഹിമാലയ പാർശ്വത്തിൽ സഞ്ചരിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് ഹിമാലയത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക പറമ്പിലേക്ക് ഈ കുട്ടികൾ ചെറുപ്പക്കാർ കയറി ചെന്ന സമയത്ത് ഈ പോയ കുമാരന്മാരൊക്കെ സ്ത്രീകളായിപ്പോയി. കുതിര വരെ പെൺകുതിരയായി, ആൺകുതിരയൊക്കെ പെൺകുതിരയായിട്ട് തീർന്നു എന്ന് പറയുക. വലിയ കഷ്ടമായി. പുരുഷന്മാരൊക്കെ സ്ത്രീകളായിട്ട് തീർന്നു. അപ്പം ഇങ്ങനെ സ്ത്രീകളായിട്ട് തീർന്ന സമയത്ത് ഈ വലിയ വിഷമായിട്ട് തീർന്നു. അങ്ങനെ സുദ്യുമ്നൻ വീണ്ടും ഇളയായി എന്നാ പറയുക. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ പണ്ട് ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് ഒരു അനുഗ്രഹം കൊടുത്തായിരുന്നു. ഒരിക്കലും ഈ പാർവതീദേവി അവിടെ എന്തൊക്കെയോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവഴി ഇതുവഴിയൊക്കെ ഇങ്ങനെ പുരുഷന്മാരിങ്ങനെ വന്നു. അപ്പോൾ പാർവതീദേവി ആ സങ്കടം ഭഗവാനോട് പറയുകയും ചെയ്തു, ഈ വടക്കേ മുറ്റത്തൊരു സ്വൈരല്ലില്ല, എല്ലാവരും പിരിവിൻ്റെ ആൾക്കാരൊക്കെ ഇതിയും വന്ന് എന്ത് ചെയ്യും, പാത്രം കഴുകാനും മുണ്ട് മുക്കാനൊക്കെ വലിയ പാടാണ്, വലിയ സ്വൈരക്കേട്, ഇങ്ങനെയൊക്കെ ആണുങ്ങൾ വന്നാൽ എന്താ ചെയ്യത്, സ്വൈരക്കേടല്ലേ എന്നൊക്കെ ചോദിച്ചു. ആര് വിഷമിച്ചു? മഹർഷിമാരിങ്ങനെ വന്ന കഥ പറഞ്ഞപ്പോഴേ അപ്പോൾ പാർവതീദേവിയുടെ ഈ സങ്കടം കേട്ടപ്പം ഭഗവാന് തോന്നി ശരി തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ അവനവൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്ത്രീകൾ മാത്രമായിട്ട് വടക്കേ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതുവഴി ഇതുവഴിയൊക്കെ ആണുങ്ങൾ വന്ന് അവിടെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ വലിയ പരിഭ്രമ, വലിയ വിഷമല്ലേ അതൊക്കെ. ഒരു അവനവൻ്റെ ഒരു സ്വകാര്യത ഇല്ലേ, അതിലൊക്കെ വലിയ ഭംഗം വരും. അപ്പം അത് കാരണം പാർവതിയുടെ ഈ സങ്കടം നല്ലോണം മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, പാർവതീദേവിയെ എന്തായാലും പാർവതി ഇനി പേടിക്കേണ്ട, എത്ര വലിയ കൊമ്പം മീശക്കാരനായാലും ഈ പറമ്പിക്ക് കയറിയ സാരിയും ബ്ലൗസവും അതുപോലെ ചോദിച്ചു മതി എന്നും പറഞ്ഞു. പെണ്ണുങ്ങളെ കൊണ്ട് ഉപദ്രവില്ല, ഈ ആണുങ്ങൾ വരുമ്പോഴായി വിഷമേ, അതാണ് കാര്യം. ഇങ്ങനെ ഒരു വരണ്ട ഇവിടെ. അപ്പോൾ ആ വരം കാരണം ഈ പറമ്പിക്ക് ആര് കയറിയാലും എന്താവും, സ്ത്രീകളായിട്ട് തീരെ. അന്ന് ബോർഡൊക്കെ ഇവിടെ പഠിക്കൽ വെച്ചിട്ട് നോക്കിയും കണ്ട് വന്നാൽ മതി എന്നൊക്കെ റോഡിൻ്റെ പക്കത്തെ ബോർഡ് വെച്ച മാതിരി വെച്ചിട്ട് വളവ് തിരിവ് കുന്ന് കയറ്റം ഇറക്കുന്നൊക്കെ കാണിക്കുന്ന അടയാളം കണ്ടിട്ടില്ലേ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വള്ളിയും പടർപ്പൊക്കെ വന്ന് മൂടിയിട്ട് നമ്മൾ കുളത്തിൽ വീണിട്ടാണ് പിന്നെ മുണ്ട് പിഴിയുമ്പോഴാണ് എന്ത് കാണുക, ബോർഡ് കാണുക. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതേ പ്രകാരത്തിൽ ഇവിടെ ഇപ്പം എന്തുണ്ടായിയെ ചോദിച്ചാൽ ബോർഡൊന്നും കണ്ടില്ലേ, വള്ളിയും പടർപ്പും ഒക്കെ വന്ന് കൂടിയത് കാരണം ഈ ഉണ്ണിയോൾ എന്ത് ചെയ്തു അറിയാണ്ട പറ്റിപ്പോയി, എന്ത് ചെയ്യും കഷ്ടം. അങ്ങനെ സുദ്യുമ്നൻ വീണ്ടും ഇളയായിട്ട് ഈ പറമ്പിലൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് അന്ന് ചന്ദ്രപുത്രൻ ബുധൻ കോളേജ് വിട്ട വഴി മോട്ടോർ സൈക്കിളുമ്പോൾ പോകുമ്പോഴാണ് ആരെ കണ്ടത്, ഈ ഇളയെ കണ്ടു, സുന്ദരിയായിട്ടുള്ള ഇളയെ കണ്ടു. പിന്നെ വിസ്തരിച്ച് പറയാനൊന്നുമില്ല, ആ പ്രേമബന്ധത്തിൽ ഒരു സന്താനം ഉണ്ടായി. ആ സന്താനത്തിൻ്റെ പേരാണ് പുരൂരവസ എന്ന് പറയും. അതുകൊണ്ട് ഇളയുടെ മകനാവുക കാരണത്താൽ പുരൂരവസനെ അയളൻ എന്ന് വിളിക്കാറുണ്ട്. അയളൻ്റെ പ്രത്യേകതയൊക്കെ നമുക്ക് ഇനി ഏകാദേശം പറയുമ്പം കേൾക്കാം. അപ്പം ഈ അതൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇള പോയിട്ട് ഭഗവാന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു. പരമേശ്വര ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ കഷ്ടമുണ്ട്, എന്താ കാരണം, കൊട്ടാരത്തു നിന്ന് വരുമ്പം പുരുഷനായിട്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ സ്ത്രീയായിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷമാണ്, അതുകൊണ്ട് എന്നെ പുരുഷനാക്കി തരണം എന്നും പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, കുട്ടിയെ നിവൃത്തിയില്ല, എന്താ കാരണം, എന്നെ ഇപ്പം ഞാൻ പുരുഷനാക്കിയ പാർവതിയോട് പറഞ്ഞ വാക്ക് തെറ്റില്ലേ, ഒരാളോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ട് വേറൊരാൾക്ക് വാക്ക് കൊടുക്കേണ്ടത് വലിയ കേമത്തരൊന്നുമില്ലേ, അപ്പം അതുകൊണ്ട് തരല്ലേട്ടോ
എന്നും പറഞ്ഞു. അയ്യോ അങ്ങനെ പറയരുതേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ആരെ? ഈ പെങ്കടാവ ഇള വന്നിട്ട് നിലവിളിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇതിന്റെ സങ്കടം കണ്ടപ്പോൾ വലിയ വിഷമം. ഒരു കാര്യം ചെയ്യാം, ഞാനേ രണ്ടു കൂട്ടർക്കും പരിക്കില്ലാതെ. ആർക്ക് രണ്ട് കൂട്ടരൊക്കെ? പാർവതിയോട് പറഞ്ഞ വാക്കിന് ഒരു പരിക്ക് പാടില്ല. ഇപ്പൊ തന്നോടൊപ്പം ഞാനൊരു വാക്ക് പറയുമ്പോൾ അതിനൊരു പരിക്ക് ഉണ്ടാവുക. പരിക്കച്ച ഒരു ഭംഗം വരാത്ത വാക്കല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയാം, എന്താ വെച്ചാലേ ശ്രദ്ധിച്ചോളൂ. നീ 1 മാസം പുരുഷൻ 1 മാസം സ്ത്രീ, അത് പറ്റുമോ ചോദിച്ചു. അപ്പൊ ഈ കുമാരൻ പറഞ്ഞു, അതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടോ, സാരി ബ്ലൗസും വാങ്ങണം, പിന്നെ പാൻറ്റും ഷർട്ടും വേറെയും വാങ്ങണം. ഇതൊന്നും തന്നെ വാങ്ങിയിട്ട് മുടിഞ്ഞ ഇറങ്ങി കണ്ടിട്ടില്ലേ? അത് വിഷമാണ്, ബുദ്ധിമുട്ടാണ്. പുരുഷനായാൽ മതി പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, നിവൃത്തിയില്ല, ഇത് വേണച്ചാലാവാം. ഏതിപ്പോ പറഞ്ഞത് ഒരു നിവൃത്തിയില്ല പറഞ്ഞു. അപ്പൊ കുട്ടി ചോദിച്ചു, നിവൃത്തിയില്ലേ? ലെവലേശല്ല പറഞ്ഞു. പിന്നെ ഇപ്പൊ കിട്ടിയതായി, അല്ലാണ്ട് എന്ത് നിവൃത്തിയിലേശവനെ കിട്ടിയതായി. എന്നാൽ ശരി, അങ്ങനെ ആശ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ 1 മാസം പുരുഷൻ 1 മാസം സ്ത്രീ എന്നുള്ള വര ആര് വാങ്ങി? ഈ ഇള എന്ന് പറഞ്ഞ പെങ്കടാവ് വാങ്ങി വെച്ച്. അങ്ങനെ പുരുഷനായിട്ടിരിക്കുന്ന കാലം 1 മാസം എന്ത് ചെയ്യും? കൊട്ടാരത്തിൽ വന്നിട്ട് രാജ്യം ഭരിക്കും. 31-ാം തീയതി വൈകുന്നേരം സാരിയും ബ്ലൗസും മടക്കി ബാഗിലിട്ടിട്ട് എങ്ങോട്ട് പോവും? കാട്ടിലേക്ക് പോകും. പിന്നെ പിറ്റേന്നാൾ മുതൽ ഇതാണല്ലോ വേഷം. പിന്നെ അവിടെ 30 ദിവസം കഴിഞ്ഞാൽ 30-ാം തീയതി വൈകുന്നേരം രാത്രി എന്ത് ചെയ്യും? ജീൻസും ടീഷർട്ടും ബാഗിലിട്ട് എങ്ങോട്ട് പോരും? കൊട്ടാരത്തിൽ. ഇങ്ങനെ ഓരോ മാസം കഴിഞ്ഞാൽ രാജാവിനെ കാണില്ല. പ്രജകൾ ചിന്തിച്ചു, രാജാവ് അവിടേക്ക് അപ്പൊ മാസം ഉണ്ട്, അടുത്ത മാസം ഇല്ല, ഇത് എവിടേക്കാ പോണത്? ഇവരിങ്ങനെ പിന്നാക്കം ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, രാജാവ് 31-ാം തീയതി വൈകുന്നേരം സാരി ബ്ലൗസ് തന്നെ. അയ്യേ, വേണ്ട, ഈ ജാതി ഒരു രാജാവ് നമുക്ക് വേണ്ട എന്ന് പ്രജകൾ തീരുമാനിച്ചു. അപ്പൊ പ്രജകൾക്ക് ഇഷ്ടമില്ല എന്ന് രാജാവിന് മനസ്സിലായപ്പോൾ രാജാവ് എന്ത് ചെയ്തു? രാജ്യഭാരം മതിയാക്കി കാട്ടിലേക്ക് പോയി. പഴയ കാലത്തെ രാജാക്കന്മാർക്ക് അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പ്രജകൾക്ക് മതിയായി എന്ന് തോന്നി അവർ മതിയാക്കി പോകും. ഇന്നത്തെ മാതിരിയല്ല, ഇന്ന് അവനവന് മതിയായി എന്ന് തോന്നണം. അതച്ചാ തോന്നുന്നില്ല. നമ്മൾ കൊണ്ടു നടക്കന്നെ, അല്ലാണ്ട് എന്താ ചെയ്യുക? ഓരോന്നിനെ താങ്ങി ഏറ്റി നടക്കല്ലേ പതിവ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞതാണ് പണ്ടത്തേതും ഇപ്പോഴത്തേതും. രാജാവ് കാട്ടിലേക്ക് പോയി തപസ് ചെയ്തു. അങ്ങനെയാണ് എന്തുണ്ടായത്? ഇളയുടെയും സുദ്യുമ്നന്റെയും കഥയുണ്ടായത്. ഈ മഹാരാജാവിന്, അതായത് മനു മഹാരാജാവിന് വേറൊരു പുത്രൻ ഉണ്ടായി, ശര്യാദി എന്നാ പേര്. ശര്യാദി. ഈ ശര്യാദിക്ക് ആനർത്തൻ എന്നൊക്കെ പറഞ്ഞ പുത്രന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു പുത്രി ഉണ്ടായിരുന്നു. ആ പുത്രിയുടെ പേര് സുകന്യ എന്ന് പറയും. എന്താ പേര്? സുകന്യ. എന്താ സുകന്യ? ഒന്നുകൂടി പറഞ്ഞു നോക്കൂ. സുകന്യ ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കൂ. സുകന്യ ആ പേര് പറയേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക്. സുകന്യ. എന്താ പേര്? സുകന്യ. ഈ എന്തിനാ ഇപ്പൊ ഇത്രയൊക്കെ പറയിപ്പിച്ചത് തോന്നും. ഇത് പറയിപ്പിക്കാത്ത ജാതിയാ, അതുകൊണ്ടാ. വ്യത്യാസം മനസ്സിലായില്ല അല്ലേ? അങ്ങനെയുണ്ട്. ഈ സുകന്യ എന്ന് പറഞ്ഞ പെങ്കടാവ്, പെൺകുട്ടി ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടി അത്രയും കൂടി ചെറുതല്ല. പെങ്കടാവ് എന്നൊക്കെ പറയില്ലേ നമ്മള്? 10, 16, 18 എന്നൊക്കെ പറഞ്ഞാൽ പ്രായമുള്ള പെങ്കടാവ്. ഈ പ്രായമായിട്ടിരിക്കണ കാലത്ത് ഒരു ദിവസം രാജാവ് ശര്യാദി മകളും മകളുടെ തോഴിമാരും കുട്ടികളൊക്കെ ആയിട്ട് കാട്ടിക്കൂടി ഇങ്ങനെ നടക്കുമ്പോൾ പെൺകുട്ടികൾ എന്താ ചെയ്യുന്ന വെച്ചാൽ കാട്ടിക്കൂടി നടക്കുമ്പോൾ കാട്ടിലൊരു പുറ്റ് കണ്ടു. പുറ്റ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പുറ്റ ഇവിടേക്ക് തന്നെയല്ലേ പറയണത്? സർപ്പകാവിലൊക്കെ പുറ്റ് കണ്ടിട്ടില്ലേ? ചെതൽപുറ്റ്. ആ ജാതിയിൽ പുറ്റ് കണ്ടു. പുറ്റ് കണ്ടപ്പോൾ ഈ പെൺകുട്ടികളെല്ലാവരും കൂടി പുറ്റിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ പുറ്റിന്റെ മുകളിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങനെ 2 സാധനം കണ്ടി. അപ്പൊ അവരെന്ത് ചെയ്തു? കുട്ടികളല്ലേ, വലിയ വകതിരിവൊന്നും ഇല്ലല്ലോ. ഒരു വിറകന്റെ കൊള്ളി കൊണ്ടുപോയി തിളങ്ങണതിന്റെ മുകളിൽ അങ്ങോട്ട് കുത്തിയപ്പോഴല്ലേ ചോര ഇങ്ങനെ വന്നു. കുട്ടികൾ പേടിച്ച കുട്ടികൾ തിരിച്ചു പോകുന്നു. ഒന്നും മിണ്ടിയില്ല. കുട്ടികൾ പിന്നെ അപകടം കാണിച്ചാൽ മിണ്ടില്ലല്ലോ, മിണ്ടാണ്ടിരുന്നു. അച്ഛനും മക്കളും തോഴിമാരും കൂടി കൊട്ടാരത്തിൽ വന്നപ്പോൾ കൊട്ടാരത്തിൽ പട്ടാളക്കാരന്ന് ചോറുണ്ടിട്ടില്ല. മണി 3:30. പട്ടാളക്കാർ എന്ത് മറന്നാലും എന്ത് മറക്കണ പതിവില്ല. അതിന് നല്ല ഓർമ്മയാണ്. പക്ഷെ അന്ന് അവർ ഉണ്ടിട്ടില്ല. രാജാവ് ചോദിച്ചു, എന്താ പട്ടാളക്കാരെ നിങ്ങൾ ചോറുണ്ണാഞ്ഞത് ചോദിച്ചു. പട്ടാളക്കാർ പറഞ്ഞു, സ്തംഭനം. എന്താ അത്? നിയമസഭയല്ല, വയറ്. സ്തംഭനം. സ്തംഭിച്ചു. അപ്പൊ ഒരാൾക്കാണ് സ്തംഭനം വെച്ചാൽ എന്തേ വേണ്ടു? ഒരു വായു ഗുളിക ആ ജീരക വെള്ളത്തിലോ ഇഞ്ചി നീരിലോ ചാലിച്ച് അങ്ങോട്ട് കൊടുക്കേ വേണ്ടോ? സ്തംഭനമൊക്കെ പമ്പ കിടക്കും. ഇങ്ങനെയാണ് പതിവ്. പക്ഷേ ഇത് ഒരാൾക്കല്ല, പട്ടാളക്കാർക്ക് എല്ലാവർക്കും സ്തംഭനം. രാജാവ് വിദ്വാനാണ്, ശര്യാദി മഹാരാജാവ്. അപ്പം അദ്ദേഹം ചോദിച്ചു, പട്ടാളക്കാരെ നിങ്ങൾ ആരെങ്കിലും ച്യവന മഹർഷിയെ ഉപദ്രവിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ പട്ടാളക്കാർ പറഞ്ഞു, ഉപദ്രവിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, കണ്ടിട്ട് വേണ്ടതെന്നും ചോദിച്ചു. ആരെ? അവര് കണ്ടിട്ട് തന്നെ ഇല്ല. ആരെ? ഈ മഹർഷിയെ പിന്നില്ല ഉപദ്രവിക്കണത്. അപ്പോഴാണ് ഈ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ കാട്ടിക്കൂടി നടക്കുമ്പോൾ പുറ്റ് കണ്ടു എന്നും പുറ്റിന്റെ മുകളിൽ മിന്നണത് കണ്ടു എന്നും മിന്നണതിന്റെ മുകളിൽ കുത്തിയെന്നും കുത്തിയപ്പോൾ ചോര വന്നു എന്നൊക്കെ ആര് പറഞ്ഞു? മകളത് പറഞ്ഞപ്പോളേ രാജാവിന് രാജാവ് പറഞ്ഞു, പറയുക അങ്ങനെ എന്താ ഇപ്പം ഉണ്ടായത്? നിങ്ങളിപ്പോൾ എന്താ കുത്തിയതെന്നറിയോ? ആ ച്യവന മഹർഷി
കാട്ടില് തപസ് ചെയ്തിരിക്കുമ്പം അദ്ദേഹത്തിന്റെ ദേഹം മുഴുവനും പുറ്റു വന്ന് മൂടിയപ്പോൾ കണ്ണ് മാത്രമേ പുറത്തുണ്ടായുള്ളൂ. ആ കണ്ണാണ് അപ്പം ഈ തിളങ്ങണതാണെന്നും പറഞ്ഞ് കുട്ടികൾ കണ്ടതും വിറകിന്റെ കൊള്ളിയോണ്ട് കുത്തിയതും അങ്ങനെ ചോര വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ഉണ്ടായത്. കഷ്ടം, നെയ്യേ മഹർഷി പാവം, ആ വൃദ്ധനായ മഹർഷിയുടെ കണ്ണ് കുത്തി പൊട്ടിച്ചില്ലേ കുട്ടികളെ, കഷ്ടായി എന്ന് പറഞ്ഞു. രാജാവിന് വലിയ സങ്കടമായി. രാജാവ് എന്ത് ചെയ്തു? മകളെയും കൂട്ടി നേരെ എങ്ങോട്ട് ചെന്നു? കാട്ടിക്ക് ചെന്നു, മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. ഈ ശവന മഹർഷിയുടെ ആശ്രമത്തിലെ മഹർഷിയുടെ അടുത്ത് ചെന്ന് അഭിവാദ്യം ചെയ്തിട്ട് പറഞ്ഞു, മഹർഷി ഈശ്വര, അടിയന്റെ മകള് കുട്ടിയാണ് ഇവിടുത്തെ കണ്ണ് കുത്തി പൊട്ടിച്ചത്. അറിവില്ലായോണ്ട് കുത്തിയതാണേ, കുട്ടികളായതുകൊണ്ട് അറിവില്ലായോണ്ട് കുത്തിപ്പോയി, അങ്ങനെ പൊട്ടിപ്പോയതാണേ, ശപിക്കരുതേ. ആര് നിലവിളിച്ച് കരഞ്ഞു തൊഴുതു? രാജാവ്. മകൾക്ക് അബദ്ധം പറ്റിയതാണേ, അതുകൊണ്ട് ശപിക്കരുതേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മഹർഷി പറഞ്ഞു, സാരല്ലേ രാജാവേ, കുട്ടികളല്ലേ, അറിയേണ്ട കുത്തിയതല്ലേ, കണ്ണല്ലേ പൊട്ടി. പറയേണ്ടതൊക്കെ കേൾക്കണില്ലേ? ആ ഭാഷ എന്താ പറഞ്ഞത്? സാരല്ല രാജാവേ, കുട്ടികളല്ലേ, അറിയേണ്ട കുത്തിയതല്ലേ, കണ്ണല്ലേ പൊട്ടിയുള്ളൂ, വേറെ ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ എന്ന്. ഇനി എന്ത് ആപത്താണ് ഉണ്ടാവേണ്ടത്? കണ്ണ് കുത്തി പൊട്ടിച്ച ആളോടെ ഈ ചോദിക്കണതേ. നമ്മുടെയൊക്കെ നേരെ കണ്ണ് കുത്തി പൊട്ടിക്കേണ്ട, കണ്ണിന്റെ നേരെ ഇങ്ങനെ ആക്കിയാൽ മതി, പിന്നെ കണ്ണും ഉണ്ടാവില്ല, ഇങ്ങനെ ആക്കിയതും ഉണ്ടാവില്ല, രണ്ടും പൊട്ടിക്കും നമ്മൾ. ആ വ്യത്യാസം നോക്ക്, മഹർഷിമാരുടെ ഒരു സഹനശക്തി. അപ്പൊ ശവന മഹർഷി പറഞ്ഞു, പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ പണ്ടത്തെ മാതിരി ഓടിപ്പാഞ്ഞ് നടക്കാൻ വയ്യ നായി, അതേ ഉള്ളൊരു വിഷമം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല രാജാവേ. ആര് പറഞ്ഞു? മഹർഷി പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ രാജാവിന് സങ്കടമായി. പാവം വയസ്സുകാലത്ത് കണ്ണും കൂടി പൊട്ടി എങ്ങനെയുണ്ട്? വയസ്സുകാലത്തൊക്കെ ഒരു 5-6 കണ്ണ് വേണ്ട കാല, വെള്ളതും കൂടി പൊട്ടിയാലോ? ശരിയല്ലേ? വലിയ വിഷമല്ലേ? എന്തോ ഒരു പാടാണ്. അപ്പൊ ഈ മഹർഷിയുടെ വിഷമം കണ്ടപ്പോ രാജാവ് തൻ്റെ മകള് സുകന്യ എന്ന് പറഞ്ഞ കുട്ടി ആർക്ക് വിവാഹം ചെയ്തു കൊടുത്തു? മഹർഷിക്ക്. എന്നാ പെൺകുട്ടി എങ്ങനെ? തടസ്സമൊന്നും പറഞ്ഞില്ല. ഈ ജാതി വയസ്സന്മാരെ കണ്ണൂട്ടന്മാരെയൊന്നും വേണ്ട, സിനിമാ നടന്മാരെ മതിയെന്നൊന്നും പെൺകുട്ടി പറഞ്ഞില്ല. അച്ഛൻ അങ്ങനെയല്ലേ കൽപ്പിച്ചത്, അത്രയേ ഉള്ളൂ. ആയിക്കോട്ടെ. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ആ പെൺകുട്ടി, ആ ഭർത്താവായ ഈ വൃദ്ധനാണ്, അന്ധനാണ്, അങ്ങനെയൊക്കെയാണെങ്കിലും ഒരലോഹ്യമില്ലാതെ എന്ത് ചെയ്തു? പരിപാലിച്ചു. എന്ത് കേമായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പരിപാലിക്കോ? തലയിൽ ഓരോന്ന് കെട്ടിവെച്ചാൽ കൊണ്ട് നടക്കുക. അങ്ങനെ ചുമട്ട ഇട്ടണ മാതിരിയല്ലേ, ഒരു ബുദ്ധിമുട്ടിയിട്ടൊന്നുമല്ല. വളരെ ദേവി ഭാഗവതത്തിൽ ഇത് പറയും. കുട്ടി രാവിലെ നേരത്തെ എണീക്കും, എന്നിട്ടോ വല്യപ്പും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കും, എന്നിട്ട് പല്ല് തേപ്പിക്കും, പിന്നെ കുളിപ്പിക്കും, പിന്നെ ജപിപ്പിക്കും, പിന്നെ ഹോമിപ്പിക്കും. അങ്ങനെയാ പതിവ്. ഓരോന്ന് ചെയ്തു കൊടുക്കണേ. ആദ്യം കുളിപ്പിച്ച്, പിന്നെ ജപിപ്പിച്ച്, പിന്നെ ഹോമിപ്പിച്ച്. ഈ പിച്ചില്ലാണ്ട് ഒരു സംഗതിയും നടക്കില്ല. എന്താ കാരണം? ഇദ്ദേഹത്തിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ വയ്യേ. അങ്ങനെ എന്നിട്ട് നല്ല ആഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിപ്പിക്കും. എന്നിട്ട് ഒരു ഉച്ചമയക്കത്തിന് അങ്ങനെ മയങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ തടവി അങ്ങനെ വൈകുന്നേരമായ വീണ്ടും കുളിപ്പിക്കും, ജപിപ്പിക്കും, ഹോമിപ്പിക്കും. ഇങ്ങനെ നിത്യകർമ്മങ്ങളൊക്കെ മുട്ടാതെ നടന്നു. രാത്രിയായ നല്ല ആഹാരമൊക്കെ കൊടുക്കും. എന്നിട്ട് ഉറങ്ങേണ്ട നേരമായ കാല് തടവി അദ്ദേഹം ഉറങ്ങിയാൽ ആ കട്ടിലിൻ്റെ താഴെ കാൽക്കൽ ഭാഗത്തായിട്ട് ഒരു കീറപ്പായ വിരിച്ച് ചുരുണ്ട് കൂടും. എന്ത് കൂടും? പെട്ടെന്നുറങ്ങല്ല, ചുരുണ്ട് കൂടും. അത്രയ്ക്ക് കാൽക്കലാവുമ്പോൾ ദേഹം എണീറ്റ ചവിട്ടുമ്പോൾ അറിയുമല്ലോ. അങ്ങനെ സേവിച്ചു എന്നാ പറയുക. കാലം കുറച്ച് കഴിഞ്ഞു. ആ കാലത്ത് അശ്വനീകുമാരന്മാര് 2 പേര് ആശ്രമത്തിൽ വന്നു. അശ്വനീകുമാരന്മാരെ പരിചയമുണ്ടോ? ഇല്ലവ്വ, ഒന്ന് പരിചയപ്പെട്ടോളൂ. അശ്വനീകുമാരന്മാര് എന്ന് പറഞ്ഞാൽ ദേവവൈദ്യന്മാരാണ്. ദേവവൈദ്യന്മാർ വെച്ചാൽ ദേവേന്ദ്രാദി ദേവന്മാരുടെ കൊട്ടാരമൊക്കെ ഡോക്ടർമാരാണ്. നമ്മുടെ ദേവേന്ദ്രന് തലവേദനയോ പനിയോ കൊറോണയൊക്കെ വന്ന മരുന്ന് ആരാ കൊടുക്കുക എന്നറിയൂ? അശ്വനീകുമാരന്മാരാണ് എഴുതി കൊടുക്കുക. അപ്പൊ ദേവവൈദ്യന്മാരാണ്. ഈ ദേവവൈദ്യന്മാരായ അശ്വനീകുമാരന്മാർക്ക് വേറൊരു വിശേഷമുണ്ട്. ലോകൈക സുന്ദരന്മാരാ. ഇവരേക്കാൾ സുന്ദരന്മാരായിട്ടൊരു കൂട്ടർ അന്ന് ലോകത്തിലില്ല, ഒരു കാലത്തും ഇല്ല. അത്രയ്ക്ക് സുന്ദരന്മാരാണ്. കാമദേവനൊന്നും സുന്ദരനല്ല അവരുടെ അടുത്ത്. കാമദേവന്റെ കുടുംബത്തെ ആരെങ്കിലും കല്യാണം ക്ഷണിക്കാൻ വന്നാൽ കാമദേവൻ ചോദിക്കും, അശ്വനീകുമാരന്മാരെ ക്ഷണിച്ചിട്ടുണ്ടോ ചോദിക്കും. ഉവ്വ് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാമദേവൻ തലേന്നാൾ വൈകുന്നേരം പോരും കല്യാണത്തിന്. അതെന്താ? അത് പിറ്റേന്നാൾ പോവില്ല. എന്തുകൊണ്ട്? ഇത് രണ്ടും കൂടി ഒപ്പം കണ്ടാലേ വ്യത്യാസം മനസ്സിലാവില്ല. തലേന്നാളും പിറ്റേന്നാളും കണ്ട അത്ര മനസ്സിലാവില്ല. എന്തിന് എന്നുവെച്ചാൽ അത്രയ്ക്ക് സുന്ദരന്മാരാണ് ആര്? ഈ അശ്വനീകുമാരന്മാരെ. ലോകത്തിൽ അങ്ങനെ ഒരു സൗന്ദര്യം വേറെ ഇല്ല. ഈ ലോകൈക സുന്ദരന്മാരായ കുമാരന്മാര് 2 പേരും ആശ്രമത്തിലേക്ക് വന്നേ. ആ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വേവലാതി ഉണ്ട്. എന്താ വേവലാതി ചോദിച്ചാൽ, ഈ ദേവേന്ദ്രാദി ദേവന്മാര് സോമരസം അങ്ങനെ കഴിക്കും. ഈ സോമരഥ പിഴിഞ്ഞുണ്ടാക്കുന്ന ആ നീരില്ലേ സോമരസം, ഈ സോമരസം ഹോമിക്കൂലോ, ഇവിടെ സോമയാഗത്തിൽ ഹോമിക്കില്ലേ. ഇതൊക്കെ ദേവേന്ദ്രാദി ദേവന്മാര് നല്ലോണം കുടിക്കും. ആർക്ക് കൊടുക്കില്ല?
അശ്വിനികുമാരന്മാർക്ക് കൊടുക്കില്ല. എന്താ കൊടുക്കാത്തതിൻ്റെ കാരണം എന്നറിയോ? തികയായോ ഒന്നുമല്ല. ഇവിടെ വട്ടച്ചെമ്പിൽ പിന്നെയും ഉണ്ടാവും കുറേ ഇരിക്കണോ. ആവശ്യത്തിന് കുടിച്ചു കഴിഞ്ഞ് ബാക്കി വരുന്നത് ആ കൊട്ടത്തളത്തേക്ക് അങ്ങോട്ട് ചരിക്കും, എന്നാലും കൊടുക്കില്ല. അതെന്താ കാരണം എന്നറിയോ? ദേവേന്ദ്രാദി ദേവന്മാർ ഈ സോമരസം കഴിക്കുമ്പം അതുപോലെ എവർക്കും കൊടുത്താൽ ഈ ദേവേന്ദ്രാദി ദേവന്മാർ അശ്വിനികുമാരന്മാരെ കുറച്ച് ലേശം കുറഞ്ഞ കൂട്ടത്തേക്കാണ് കൂട്ടിയത്. വൈദ്യന്മാരല്ലേ എന്നുള്ള മട്ടിൽ അവർക്കൊരു കുറച്ചിലും ഇല്ല, നല്ല യോഗ്യന്മാരാണ്. എന്നാലും രണ്ടു കൂട്ടരും ഒരേ ജാതി കഴിച്ചാൽ ഒരുപോലെയൊന്നും വരില്ലേ. അങ്ങനെ വരാൻ പാടില്ല നിരീക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്യണത്? ഈ ഒരു വേദന സോമരസം കഴിച്ചില്ല എന്നുള്ള വിഷമല്ല, രണ്ടാം തരക്കാരാക്കി കൂട്ടിയില്ലോ എന്നുള്ളൊരു. ഇപ്പം നമ്മൾ ഊണ് കഴിക്കാൻ വന്നപ്പം നമ്മൾക്ക് ഊണ് തീർന്നു പോയി, ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വേവലാതിയൊന്നുമില്ല. ഊണ് കഴിക്കാൻ ചെന്നപ്പം തനിക്കൊന്നും ഇവിടെ ഊണില്ല, വേറെ എവിടെയെങ്കിലും പോയി ഉണ്ടോ എന്ന് പറഞ്ഞ വിഷമായി. ശരിയോ തെറ്റോ? ഊണ് തീർന്നു പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തീർന്നു എന്ന് തീർന്നു, സാരമില്ല, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ രണ്ടാം തരക്കാരായിട്ട് കൂട്ടിയാൽ ഉണ്ടില്ല എന്നുള്ളതിനേക്കാളും വലിയ വിഷമം. ആ വിഷമാണ് ആർക്ക്? അശ്വിനികുമാരന്മാർക്ക്. ഇവർ ഈ വിഷമായിട്ടാണ് വരണത്. അപ്പോൾ ച്യവന മഹർഷിയുടെ അടുത്ത് വന്നപ്പോൾ ച്യവന മഹർഷി പറഞ്ഞു, അശ്വിനികുമാരന്മാരെ, നിങ്ങൾക്ക് ഞാനേ സോമരസം കഴിക്കാനുള്ള യോഗ്യത ഉണ്ടാക്കി തരാം. നിങ്ങൾ എനിക്കൊരു സാധനം തരുമോ ചോദിച്ചു. എന്താ വേണ്ടതാ ചോദിച്ചു. സൗന്ദര്യം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സൗന്ദര്യം കൊടുക്കാനാണ് അപ്പോൾ അത്ര വിഷമം? ദേവവൈദ്യന്മാരാണത്. ഈ ദേവവൈദ്യന്മാർക്കൊക്കെ സങ്കല്പം കൊണ്ട് കൊടുക്കാനല്ലേ ഉള്ളൂ, അത് തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഈ ച്യവന മഹർഷിയും കൂട്ടിയിട്ട് അശ്വിനികുമാരന്മാര് ആശ്രമത്തിന്റെ മുമ്പിലിരിക്കുന്ന ഒരു തടാകം ഉണ്ടായിരുന്നു. തടാകം എന്ന കുളം. ആ കുളത്തിലിറങ്ങി അങ്ങോട്ട് മുങ്ങുമ്പം രണ്ട് അശ്വിനികുമാരന്മാരും ഒരു ച്യവന മഹർഷിയാണ്. മുങ്ങുമ്പം രണ്ട് അശ്വിനികുമാരന്മാരും ഒരു ച്യവന മഹർഷിയും. പൊങ്ങിയപ്പം 3 അശ്വിനികുമാരന്മാര്. എന്തല്ലേ? അപ്പൊ 3 പേര് സുന്ദരന്മാരിങ്ങനെ നിൽക്കണു. ആരെന്താന്ന് മനസ്സിലാവാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കണു പുഞ്ചിരിച്ചിട്ട്. അപ്പോഴാണ് പറഞ്ഞു, ഹേ സുകന്യേ, ഈ 3 എണ്ണത്തിൽ ഒരാൾ എൻ്റെ ഭർത്താവാണ്, അത് ആരാച്ചാ നീ സ്വീകരിച്ചോളൂ എന്നും പറഞ്ഞു. അപ്പൊ സുകന്യ ഒരൊറ്റ നോട്ടം ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി, മനസ്സിലാവണില്ല. ഒറ്റ നോട്ടേ നോക്കിയല്ലോ. നമ്മുടെ നാട്ടിലെ കുട്ടികളാച്ചാൽ നല്ലത് നോക്കിയെടുക്കുക, വക്ക് പൊട്ടിയതൊന്നും വേണ്ട, അങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കാൻ നിൽക്കില്ലേ. സുകന്യ നിന്നില്ല. സുകന്യ ഒരു നോട്ടയെ നോക്കിയുള്ളൂ, മനസ്സിലായില്ല. അപ്പൊ സുകന്യ പറഞ്ഞു, ഹേ അശ്വിനികുമാരന്മാരെ, ഞാൻ ച്യവന മഹർഷിയെ അല്ലാതെ കണ്ടൊരു പുരുഷനെ മനസാ വാചാ കർമ്മണ ദർശിച്ചിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭർത്താവായ ആ ച്യവന മഹർഷിയെ എൻ്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് നിർത്തി തന്നോളൂ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് കോമയിട്ട് നിർത്തി, ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. അതെന്താ? അത് ഇല്ലെങ്കിൽ ലേശം കൂടി ഉണ്ടേ, അതല്ലെങ്കിൽ ഭസ്മാക്കും. അമ്പോ പേടിച്ചു പോയാര് അശ്വിനികുമാരന്മാർ. പതിവ്രതയാണേ, ഭസ്മല്ല, ഭസ്മായി പറത്തിക്കളയും. എന്താ കാരണം? മഹാഗേമിയാണ്. തൊഴുതു. ഹേ സുകന്യേ, അയ്യോ ശപിക്കരുതേ. അവരങ്ങോട്ട് കാലിക്കൽ വീണ് തൊഴുതു. അങ്ങനെ ച്യവന മഹർഷിയെ ഈ സുകന്യയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് നിർത്തി കൊടുത്ത് സുന്ദരനായിട്ട് വന്ന ആ ച്യവന മഹർഷി ആര് കണ്ടു? സുകന്യ കണ്ടു. അങ്ങനെ ഈ ച്യവന മഹർഷി ഈ തടാകത്തു നിന്ന് സുന്ദരനായിട്ട് കയറി വന്നതിൻ്റെ ശേഷമാണ് നമ്മുടെ നാട്ടിലെ ആര്യവൈദ്യശാലയിൽ മറ്റേതിന് വില കൂടിയത്. ഏതിന്? നമ്മൾ ഭരണിയിൽ വാങ്ങിക്കൊണ്ടുവരിക, കഴിക്കുക, ഉരുട്ടുക, കഴിക്കുക, എന്നിട്ട് കണ്ണാടിയിൽ നോക്കുക, പിന്നെ ഉരുട്ടുക, കഴിക്കുക, കണ്ണാടിയിൽ നോക്കുക, കൊടുക്കുക, കണ്ണാടി കുത്തി പൊട്ടിക്കുക. ഭരണി വടക്കണിയിൽ ധാരാളം ഉണ്ട്. എന്താ കാരണം? ശരിയല്ലേ? ഇത് ച്യവനപ്രാശം എന്നൊക്കെ കേട്ടില്ലേ? അങ്ങനെ അദ്ദേഹം സുന്ദരനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയും? ശ്രദ്ധിച്ച് കേൾക്കണേ. തൻ്റെ പാതിവ്രത്യത്തിൻ്റെ നിഷ്ഠ കൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ രൂപം പോലും മാറ്റിയോളാണ് ആര്? സുകന്യ. എന്തുകൊണ്ട്? തൻ്റെ പാതിവ്രത്യ നിഷ്ഠയുടെ മഹിമ കൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ രൂപം പോലും മാറ്റി സുകന്യ. നമ്മുടെ നാട്ടിലും ഭർത്താക്കന്മാരുടെ രൂപമൊക്കെ മാറ്റണവരുണ്ട്. ചപ്പാത്തിക്കോല്, ചൂല് പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ തപസ്സും പാതിവ്രത്യം ഒന്നുമല്ല. വ്യത്യാസം മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പം എന്താ എത്രയ്ക്ക് മിടുക്കിയണേ സുകന്യ. നോക്കൂ, ഈ സുകന്യ ഈ വിധത്തിൽ ഇരിക്കണ കാലത്ത്, സുന്ദരനും സുമുഖനും യുവാവുമായ മഹർഷിയുടെ കൂടെ കഴിച്ചു കൂട്ടണ കാലത്ത്, അച്ഛനാശാൽ രാജാവ് ശരിയാതി ഈ പെൺകുട്ടിയെ പണ്ട് വേളി കഴിച്ചു കൊടുത്ത പോയതാ, പിന്നെ വഴി വന്നിട്ടില്ലേ? പാവം, അതാ കണ്ണ് കാണാത്ത വയസ്സനായ ആ മഹർഷിയുടെ കൂടെ എങ്ങനെയാവോ കഴിയണേ? വേവലാതി കൊണ്ട് രാജാവ് ഒരു സന്ധി ചെയ്തു, മകളെ ഒന്ന് കാണാൻ നിരീക്ഷിച്ചിട്ട് ആ കാട്ടിലേക്ക് ആശ്രമത്തിലേക്ക് വന്നാണേ. ആശ്രമത്തിൽ വന്ന മഹാരാജാവ് മഹർഷിയുടെ പർണശാലയുടെ മുമ്പിൽ എത്തിയപ്പം പർണശാലയുടെ മുമ്പിൽ വന്നിട്ട് രാജാവ് ഇങ്ങനെ പൂമുഖത്തേക്ക് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങോട്ട് നോക്കിയപ്പോൾ എന്താ കണ്ടത്? തൻ്റെ മകളെ സുകന്യ അതാ പൂമുഖത്ത് ഇരിക്കണോ. കൂടെയാണെങ്കിലോ ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. കണ്ടാൽ തോന്നുന്നു അപ്പം എന്താണെന്നറിയോ? ഇപ്പം ഇങ്ങോട്ട് കോളേജിൽ നിന്ന് വന്നതാണെന്നാ തോന്നുന്നു.
തറക്കെ യുവാവ് ചെറുപ്പക്കാരനെ എന്നിട്ടോ അത് മാത്രല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ തോണ്ടണോ ചിരിക്കണോ, തോണ്ടണോ ചിരിക്കണോ, തോണ്ടണോ ചിരിക്കണോ. രാജാവിനത് കണ്ടപ്പോഴൊക്കെ അങ്ങോട്ട് മതിയായി. രാജാവ് അങ്ങോട്ട് മുമ്പിലേക്ക് നിന്നിട്ട് പറഞ്ഞു, ഹേ കുലടേ കുലപാംസിനി എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടി തിരിഞ്ഞു നോക്കിയപ്പം അച്ഛൻ എന്തോ അടയൊക്കെ ആയിട്ടാ വന്നത്. മനസ്സിലായി? നേരം പോക്ക് കുലട എന്ന് പറഞ്ഞ വേശ്യാസ്ത്രീ എന്നാ വാക്കിന്റെ അർത്ഥം. പക്ഷെ ആ കുട്ടിക്ക് അതൊന്നും മനസ്സിലായില്ലേ. എന്താ കാരണം? ആ വാക്കിന്റെ അജാതി ചീത്ത വാക്കുകൾ പറയണവര് പറയുമ്പോൾ കേൾക്കേ, അത് പറയണവരുടെ കൂടെ കൂടെ, ആരെങ്കിലും പറയുമ്പോൾ വട്ടത്തിൽ കൂടി നിൽക്കേ, ആ മാതിരി ആളുകളായിട്ട് കൂടെ ഇതൊന്നേ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആജാതി ചീത്ത വാക്കൊന്നും പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല. നമ്മൾക്ക് ഈ ചീത്ത വാക്കൊക്കെ പറയുമ്പോൾ മനസ്സിലായാലേ വിഷമമുള്ളൂ. പണ്ട് ആരോ വന്ന് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ കുറച്ച് തെറി അങ്ങോട്ട് പറഞ്ഞു. നമ്മൾ നല്ലോണം കുപ്പായത്തിന്റെ പിൻഭാഗമൊക്കെ നേരിയാക്കി നിന്നതാ കാരണം മനസ്സിലായി. ഏത് വാക്കാണെങ്കിലും മനസ്സിലാവുമ്പോഴേ വികാരങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല വെച്ചാൽ നമ്മളാ മരത്തിന്റെ മുട്ടിയോണ്ട് ഉണ്ടാക്കിയ ഒരല്ലേ പോലെ അവിടെ ഇരിക്കും, ഒരു വികാരവും ഉണ്ടാവില്ല. ശരിയല്ലേ? അത് തന്നെയാ പണ്ട സുകന്യക്ക് അറിയില്ലല്ലോ ചീത്ത വാക്കാണ്. അയ്യോ എന്താ അച്ഛാ ചോദിച്ചു. ഹേ നീ കുട്ടി, നീ എന്നെ അച്ഛാ എന്ന് വിളിക്കരുത്. അയ്യോ എന്താ അത് അങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ ഞാൻ പണ്ട് പറയണ്ട, മുഷ്ടേ പിശാചേ എന്നൊക്കെ പറഞ്ഞു, രാക്ഷസി എന്നൊക്കെ പറഞ്ഞു. അയ്യോ എന്താ അച്ഛാ അങ്ങനെ? നീ ഈ വംശത്തിൽ ജനിച്ചൂലോ എന്ന് ആലോചിക്കുമ്പം സങ്കടമാവണോ എനിക്ക്. എന്താ അച്ഛാ അങ്ങനെ? നീ ജനിച്ചില്ല വെച്ചാൽ എനിക്ക് ഇത്ര ദുഃഖം ഉണ്ടാവണ്ടായില്ല. എന്തേ പറയണത്? ഹേ ദുഷ്ടേ, നിന്നെ ഞാൻ ആ സാധു കണ്ണ് കാണാത്ത വൃദ്ധനായ അന്ധനായ ആ മഹർഷിക്ക് വിവാഹം ചെയ്ത് കൊടുത്തിട്ട് ആ മഹാസാധുവായ വിദ്വാനായ ബ്രാഹ്മണനായ മഹാത്മാവിനെ ഏത് പൊട്ടക്കിണറ്റിൽ വീഴ്ത്തിയിട്ടേ കൊന്നത് മഹാഭാവി. ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ ഇരിക്കണമല്ലോ നീയേ ദുഷ്ടേന്ന് പറഞ്ഞു. രാജാവ് അങ്ങോട്ട് നിലവിളിക്ക് ആർത്ത് വിളിക്കുക, എന്താ ശല്യ അങ്ങോട്ട് പറഞ്ഞു. അപ്പോഴാണ് ഈ സുകന്യ അങ്ങോട്ട് എണീറ്റിട്ട് പറഞ്ഞു, ഓ ഐ സി, ഇതാണ് കാര്യം. അതൊന്ന് പറയടിക്ക് മനസ്സിലായില്ലേ? അച്ഛൻ എന്താ പറയണത്? അച്ഛൻ ഇങ്ങോട്ട് നോക്കൂ. അച്ഛൻ പറഞ്ഞ് ആ മഹർഷിയാണ് ഈ മഹർഷി എന്നും പറഞ്ഞു. എന്താ ആ ഈ? അച്ഛൻ പറഞ്ഞ് ആ അന്ധനും ആ വൃദ്ധനും ആയ മഹർഷിയാണ് ഈ സുന്ദരനും ഈ യുവാവും ആയ മഹർഷി. രാജാവിന് മനസ്സിലായില്ല. വന്നു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് അകത്ത് കയറി വന്നു നോക്കിയപ്പോ എന്ത് കണ്ടു? എ ബ്ലാക്ക് മോൾ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഫോർഹെഡ്. മനസ്സിലായില്ല എന്നോ? അതത്ര മനസ്സിലായാൽ മതി. SSLC ബുക്ക് പോയി നോക്കും ഇടയ്ക്ക്. അത് വെറുതെ തലയുടെ ഇടയിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇടയ്ക്ക് നോക്കണം, അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മളെ നാട് വിട്ടു പോയാൽ കണ്ടുപിടിക്കാനുള്ള അടയാളങ്ങളൊക്കെ അതിലുണ്ട്. കണ്ടിട്ടില്ലേ? ആ നെറ്റീമിൽ അടുത്ത ഭാഗത്തെ കറുത്ത കാക്കാപ്പുള്ളിയൊക്കെ ഉണ്ടല്ലോ. രാജാവ് വന്ന് നോക്കിയപ്പം അതവിടെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ മറുക അതവിടെ ഉണ്ട്. പിന്നെ മറ്റേ കാർഡ് കണ്ട എന്തായാലും ഏത് നമ്മുടെ ആ കാർഡിക്ക് ഒരവണ നോക്കിയതിന്റെ ദണ്ണ അപ്പോഴും തീർന്നിട്ടില്ല. ശരിയല്ലേ ഇത്? എന്താ ഇപ്പൊ ചെയ്യ? ആ വല്യമ്മ ഇങ്ങോട്ട് വന്ന എന്തോ ഒരു തേജസ്സാ, കണ്ടാൽ നമുക്ക് കൈ കൂപ്പാണ്ടാ പറ്റില്ല, അത്രയ്ക്ക് തേജസ്സാ വല്യമ്മയുടെ പേര് വിളിച്ചു. ആ മുട്ടിയമ്മ PK നല്ല സാരിയും ബ്ലൗസോ കൊടുത്തിട്ടാ വന്നത്. നോക്കി ആ പീസർ നോക്കി, മനസ്സിലായില്ല. മറ്റേ കാർഡ് ഉണ്ടോ ചോദിച്ചു. കാർഡ് അങ്ങോട്ട് കൊടുത്തു. ആ കാർഡിക്ക് നോക്കിയ രക്ഷസ എന്നാ തോന്നാ, കണ്ടാല അങ്ങനെ നിൽക്കണത്. ആ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ എന്തോ ഒരു തേജസ്സാണ്. ഇതിലേക്ക് നോക്കിയാൽ ശുദ്ധ രക്ഷസ്. ഇത് കണ്ടിട്ട് ആ പീസർ ആരെ തിരിച്ചറിഞ്ഞു? ആ വല്യമ്മയെ തിരിച്ചറിഞ്ഞു. ആ പീസർ എങ്ങനെ തൊഴുതാലാ മതിയാവുക? ഇങ്ങനെയൊക്കെ കഴിവുള്ളവരെയാണ് ആഫീസിൽ നിർത്തേണ്ടത് ഇല്ലേ? ആലോചിച്ച് നോക്കൂ. ശരിയല്ലേ പറഞ്ഞത്? നമ്മുടെയൊക്കെ കാർഡിക്ക് നോക്കിയിട്ടില്ലേ? അത് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കാർഡൊന്നും താഴെ നിലത്തൊന്നും വെക്കരുത് കേട്ടോ. കുട്ടികൾ ആരെങ്കിലും ആ കാർഡിക്ക് നോക്കിയാൽ വായ തുറന്നാ അടയ്ക്കൂല, അടച്ചാ പിന്നെ തുറക്കൂല. ഇത് നമ്മൾ നേരം പോക്കിന് പറയാം. ഓരോന്നിനെ കണ്ടാൽ ഭൂതും പ്രേതും പിശാചൊക്കെ ഇതിലും വൃത്തിയുണ്ട്. ഇത് ഗവൺമെന്റിന് തോന്നി തുടങ്ങി നാട്ടിൽ മുഴുവൻ പിശാചുക്കളാണെന്ന്. എന്നിട്ടാ പറഞ്ഞ കാർഡ് വീണ്ടും മാറ്റിക്കുക. നമ്മൾ പിന്നെ സ്കൂളിൽ പോയി മാറ്റിയില്ലേ? സ്കൂളിൽ പോയി മാറ്റി പിന്നെ രണ്ടാമത് കാർഡ് കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായി തലയൊക്കെ മത്തങ്ങ പോലെ ഇങ്ങനെ പരന്ന് നിൽക്കണു. ഇല്ലാത്തവരുണ്ട് ചിലര്. എന്താല്ലേ നമ്മളെങ്ങനെ പണ്ടൊക്കെ ഈ ഊണഴിക്കാൻ കിണ്ണത്തിലൊക്കെ ഊണഴിക്കുക അപൂർവമൊക്കെ എങ്ങനെയുണ്ടല്ലോ. വിശേഷത്തിനൊക്കെ കിണ്ണത്തിന് ഊണഴിക്കുമ്പം അമ്മ ഈ കിണ്ണം നമ്മുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് ഊണെടുക്കാൻ അകത്തേക്ക് പോയി നമ്മൾ ഈ കിണ്ണം കൊണ്ട് അങ്ങനെ പതിവുണ്ടായില്ലേ? ആ കുട്ടിക്കാലത്തൊക്കെ കുറേശ്ശൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കിണ്ണത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണാൻ ഒരു പ്രത്യേക ആകൃതിയും പ്രകൃതിയാ ഉണ്ടായിട്ടില്ലേ? ആദ്യം അപ്പൊ നമ്മുടെ ഈ കാർഡിൽ അതെണ്ണം പറയാൻ വയ്യ. എന്തെങ്കിലും ആവട്ടെ,
തിരിച്ചറിഞ്ഞു. ആരേ? രാജാവ് ആ ച്യവന മഹർഷിയെ തിരിച്ചറിഞ്ഞു. രാജാവിനെ സന്തോഷം കൊണ്ട് വയ്യ. മകളെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ച പുറത്ത് തലോടിയിട്ട് പറഞ്ഞു, മോളെ നീയാണ് സുകന്യ. എന്താ പേര്? സുകന്യ. എന്താ സുകന്യ വെച്ചാൽ സുഷ്ഠുകന്യ, നല്ല പെൺകുട്ടി. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ചിന്തിച്ച് കേട്ടോളൂ. അതായത് ഈ നല്ല ചെറുപ്പത്തിലാണ്, 10-16 വയസ്സുള്ള കാലത്താണ് 10-60 വയസ്സിലധികം പ്രായമുള്ള അന്ധനും വൃദ്ധനായ ഈ മഹർഷിയെ വിവാഹം ചെയ്തത്. എന്നിട്ടോ നോക്കൂ, ഒരു വഴി തെറ്റിപ്പോവേ ചീത്തയായി പോവുണ്ടായോ? വഴി തെറ്റാൻ ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടായിരുന്നു. ആർക്ക്? സുകന്യക്ക് വഴി തെറ്റാൻ എത്ര വേണമെങ്കിലും സൗകര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ആര് വഴി തെറ്റിയില്ല? സുകന്യ വഴി തെറ്റിയില്ല. നമുക്കൊക്കെ വഴി തെറ്റാൻ നല്ലോണം മോഹം ഉണ്ടായിരുന്നു, സമ്മതിച്ചില്ല. എല്ലാവരും കൂടി വട്ടം കൂടി പിടിച്ചിട്ട് അമ്മാവൻ ഒരിക്കലും ഇങ്ങനെ നോക്കും, അച്ഛനപ്പുറത്തുനിന്ന് ഇങ്ങനെ നോക്കും, ആ മുത്തപ്പൻ ഇങ്ങനെ നോക്കും, മുത്തശ്ശ എല്ലാവരും കൂടി നോക്കിയത് കാരണം നമ്മൾ നന്നായി പോയി. ശരിയല്ലേ? നോക്കൂ, നിവൃത്തില്ലായോ ഉണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി വട്ടം കൂടി നന്നാക്കിയോനേക്കാളും ഭേദമാണ് ചീത്തയാവാൻ ധാരാളം സൗകര്യം ഉണ്ടായിട്ട് ചീത്തയാവാണ്ട പോകുന്നത്. അതെന്ത് വേണം? അകത്തൊരു, അതാ പറഞ്ഞത് സുകന്യ. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, 5-6 തവണ പറയിച്ചില്ലേ? എന്താ കാരണം എന്നറിയോ? പറയിപ്പിക്കാത്ത ജാതി. അത് എന്ത് പറയിപ്പിക്കാത്തത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടേക്ക് അങ്ങനെ ശീലമില്ല. നമ്മൾ പറയില്ലേ, ആളെ കൊണ്ട് പറയിപ്പിക്കുക. ചേർത്ത് എന്താ വച്ചിതാം കഥ എന്ന് പറയും. വച്ചിത ആളുകൾ ഇങ്ങനെ പറയില്ലേ, ആ ചീത്തത്തം പറയില്ലേ, അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കാത്തൊരു സമ്പ്രദായം. ആ സുകന്യ, ഈ സുകന്യയുടെ ഭർത്താവായ ച്യവന മഹർഷിയെ കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് കുറെ യാഗം കഴിപ്പിക്കാൻ മഹാരാജാവ് തീരുമാനിച്ചു. കൊട്ടാരത്തിൽ കൊണ്ടുപോയി കുറെ യാഗമൊക്കെ കഴിപ്പിച്ചു. അങ്ങനെ ഈ യാഗം കഴിപ്പിക്കുന്ന സമയത്ത് ഓരോ യാഗത്തിലും ദേവേന്ദ്രാദിദേവന്മാർക്കൊക്കെ കൊടുക്കണ മാതിരി അശ്വനീയ കുമാരന്മാർക്ക് എന്തു കൊടുത്തു മഹർഷി? സോമരസം കൊടുത്തു. അശ്വനീയ കുമാരന്മാർ ഈ സോമരസം കഴിക്കാനായിട്ട് വന്ന് സോമരസം കഴിക്കുമ്പോൾ ദേവേന്ദ്രന് സഹിച്ചില്ല. എന്താ കാരണം? ഇതിനൊക്കെ കാരണക്കാരൻ ഈ ദുഷ്ടനായ മഹർഷിയാണേ. ദേവേന്ദ്രനെ സഹിച്ചില്ല. ദേവേന്ദ്രൻ ദേഷ്യത്തോടെ ഇങ്ങോട്ട് വന്നിട്ട് തൻ്റെ ആ വാള് ഇങ്ങോട്ട് പൊക്കിയിട്ട് ഈ മഹർഷിയെ വെട്ടാനായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കിയതാണ്. വെട്ടാനായിട്ട് പൊക്കി ഈ കയ്യെ പൊക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മഹർഷി ദേവേന്ദ്രനെ ഒന്ന് നോക്കി. ദേവേന്ദ്രൻ നമ്മുടെ മ്യൂസിയത്തിലെ പ്രതിമ പോലെ ഇങ്ങനെ നിൽക്കുക. 2000 കൊല്ലായി അനങ്ങാൻ മറ്റേ സ്തംഭനം. എന്താ പേര്? സ്തംഭനം. ഒരു മന്ത്രവിദ്യയാണ് അത്, സ്തംഭനം. ഈ മന്ത്രം കൊണ്ട് ചെയ്യാവുന്ന ചില വിദ്യകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നറിയൂ? ആവാഹനം, ഉച്ചാടനം, വശീകരണം, സ്തംഭനം, മാരണം. ഒടുക്കത്തെ കേട്ടിട്ടുണ്ടാവും. അത് നാട്ടിലൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ആവാഹനം പറഞ്ഞാൽ വിളിച്ചു വരുത്തുക, ഉച്ചാടനം പറഞ്ഞയക്കുക, വശീകരണം അത് നമ്മുടെ മലയാള നാട്ടിലത്തെ തന്നെ. ഇത് മലയാളത്തിൽ എന്താ വശീകരണം പറഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം, വശീകരണം. പിന്നെ സ്തംഭനം ഇങ്ങനെ സ്തംഭിപ്പിക്കുക, മാരണം നമ്മളെ കൊല്ലിക്കുക. ഇങ്ങനെ മന്ത്രം കൊണ്ട് ചെയ്യണം. അതിൽ സ്തംഭിപ്പിച്ച് അവിടെ നിർത്തി. എന്നിട്ട് ദേഹയാഗമൊക്കെ ഗംഭീരമായിട്ട് വിസ്തരിച്ച് അങ്ങോട്ട് കഴിച്ചു. എല്ലാ ക്രിയകളും, യാഗയജ്ഞ ഹോമാദി ക്രിയകളൊക്കെ സമ്പൂർണ്ണമായിട്ട് കഴിച്ചു. എല്ലാം കഴിച്ച് മഹാരാജാവിനെ കൊണ്ട് അവഭൃത സ്നാനം കഴിപ്പിച്ചു. ഈ അവഭൃത സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കർമ്മയജ്ഞങ്ങൾ. കർമ്മയജ്ഞം എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ, അഗ്നിഹോത്രം, ജ്യോതിഷ്ടോമം, സോമയാഗം, ആപ്തോര്യാമ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ള യാഗങ്ങളും യജ്ഞങ്ങളും കഴിഞ്ഞാൽ, കർമ്മയജ്ഞങ്ങൾ കഴിഞ്ഞാൽ, ആ കർമ്മയജ്ഞത്തിന് യജമാനനായിട്ട് ഇരുന്ന ആ ആളുണ്ടാവില്ലേ, അദ്ദേഹത്തെ മന്ത്രപൂർവം സ്നാനം ചെയ്യിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? അവഭൃത സ്നാനം അതിന് പറയുക. കർമ്മയജ്ഞത്തിൻ്റെ ഭാഗം കേട്ടോ, ഈ സപ്താഹത്തിൻ്റെ ഭാഗമല്ല കേട്ടോ അത്. സപ്താഹം കർമ്മയജ്ഞമല്ല, സപ്താഹം ജ്ഞാനയജ്ഞം കരിഷ്യാമീന. ജ്ഞാനയജ്ഞത്തിന് കർമ്മയജ്ഞത്തിൻ്റെ സമ്പ്രദായമല്ല. അതിലെന്തില്ല? യജമാനനൊന്നുമില്ല. യജമാനുണ്ടോ ഇതിൽ? യജമാനനില്ല. അപ്പം അതുകൊണ്ട് യജമാനനെ അങ്ങനെ സ്നാനം ചെയ്യിക്കണ ഏർപ്പാട് ഇല്ലാത്തതുകൊണ്ട് കർമ്മയജ്ഞത്തിന് അത് പതിവില്ല. ഇപ്പം അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. കർമ്മയജ്ഞം വേറെയാണ്, ജ്ഞാനയജ്ഞം വേറെയാണ് എന്നാ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഓരോ ശാസ്ത്ര സമ്പ്രദായമാണ്. നമ്മൾ ഈ അന്തല്യായോണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു വേണം. ഇവിടെ എന്താ ചോദിച്ചാൽ, ഈ കർമ്മയജ്ഞമൊക്കെ കഴിഞ്ഞു, അദ്ദേഹത്തെ രാജാവിനെ കൊണ്ട് അവഭൃത സ്നാനമൊക്കെ ചെയ്യിച്ചു, യാഗമൊക്കെ കഴിഞ്ഞു മഹർഷി പോവാൻ പുറപ്പെടുമ്പോഴാണ് നമ്മുടെ പോവാനായിട്ട് മഹർഷി രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പം അപ്പുറത്തുനിന്നൊരു ശബ്ദം. എന്ത്? നോക്കിയപ്പോൾ ആരാ? ദേവേന്ദ്രനാണേ. ദേവേന്ദ്രൻ കുറച്ച് ദിവസമായി നിന്ന് പൊക്കി പിടിച്ച് നിൽക്കണോ? ദേവേന്ദ്രൻ പറഞ്ഞു, മഹർഷിയോട് പറഞ്ഞു, മഹർഷി ഈശ്വര, ഇനി അശ്വനീകുമാരന്മാര് സോമം കുടിക്കുകയോ സോമത്തിൽ കുളിക്കുകയോ സോമം കൊണ്ട് പശുവിനെ കുളിപ്പിക്കുക എന്താ വെച്ചാൽ ചെയ്തോട്ടെ, കൈ ഒന്ന് താഴ്ത്തി കിട്ടിയാൽ മതിയായിരുന്നു. ആര് പറഞ്ഞു?
ദേവേന്ദ്രൻ. അപ്പൊ ദേവേന്ദ്രനോട് ചോദിച്ചു, ദേവേന്ദ്ര താൻ ഇനി അസ്ഥാനത്ത് കൈ പൊക്കുവോ ചോദിച്ചു. അപ്പൊ ദേവേന്ദ്രൻ പറഞ്ഞു, അസ്ഥാനത്തല്ല സ്ഥാനത്തും പൊക്കുമ്പോ ഒന്ന് ആലോചിക്കുന്നും പറഞ്ഞു. മതി, താഴ്ത്തിക്കോളൂ, കുറച്ച് കൊട്ടച്ചുക്കാതി കൊണ്ടുപോയി പെരട്ടി കയ്യുമ്പോൾ തേച്ചു, ഇങ്ങനെയാക്കോ ഇങ്ങനെയാക്കോ, ചെറിയൊരു ഫിസിയോതെറാപ്പി അവരോട് പോയിക്കോളാൻ പറഞ്ഞു. ഇന്ദ്രന്റെ കൈ നേരെ. ഇന്ദ്രനെയും പറഞ്ഞു, അതാണ് ഈ അഹമ്മതി കാണിച്ച് നമ്മൾ എല്ലാവരുടെയും നേരെ എന്ത് ചെയ്യരുത്, കൈ പൊക്കാൻ പുറപ്പെടാം. നമ്മൾ വിചാരിച്ച മാതിരിയാവില്ല എല്ലാവരും. നമുക്ക് കാണണ കാഴ്ചയൊന്നും ആവില്ല. ചിലരെ നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് മഹാ നിസ്സാരാ തോന്നും. പക്ഷെ അത് നിസ്സാരൊന്നും ആവില്ല. അതുകൊണ്ട് ഒന്നിനെയും കുറച്ച് കാണരുത് എന്നാ പറയും. നമ്മളങ്ങനെ ഒന്നിനെയും കുറച്ച് കാണാൻ പറയില്ലേ, അങ്ങനെ കുറച്ച് കാണരുത്. എല്ലാറ്റിനും അതിൻ്റെതായ ചില കുറച്ച് കാണരുത് പറഞ്ഞാൽ എന്താ വെച്ചോ, ഓരോന്നിനും ഓരോന്നിൻ്റെ വലിപ്പമുണ്ട്. പണ്ടൊരിക്കൽ എന്താ ഉണ്ടായിച്ചാൽ ഒരു പക്ഷി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പഴം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണേ. പഴം അങ്ങനെ തിന്നുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ പഴം തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വേടൻ ആ പക്ഷിയുടെ ഈ പിന്നാക്കം ആ കാട്ടിൻ്റെ പൊന്തയിൽ വന്നിരുന്ന് ഇങ്ങനെ അമ്പയക്കാനായിട്ട് പുറപ്പെട്ടു. അമ്പയക്കാൻ പുറപ്പെട്ട സമയത്ത് ഇതൊരു കട്ടുറുമ്പ് കണ്ടു. കട്ടുറുമ്പ് കണ്ടപ്പോൾ കട്ടുറുമ്പ് എന്ത് ചെയ്തു, ഈ കട്ടുറുമ്പിന് എന്താണ്ടായിച്ചാൽ പണ്ടൊരിക്കലും ഈ കട്ടുറുമ്പ് ഇങ്ങനെ ഈ വെള്ളത്തിൽ വീണിട്ട് ഈ ഇങ്ങനെ പാവം കുളത്തിൽ വീണ് പോയപ്പോഴേ ഈ പക്ഷിയാണ് എന്ത് ചെയ്തത്, ഒരില പൊട്ടിച്ചിട്ട് കൊടുത്തു. ആർക്ക്? ഈ വെള്ളത്തേക്ക്. അത് ഉറുമ്പ് ഈ ഇലയിൽ കയറി മെല്ലെ 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 കരയ്ക്ക് കയറി പോകുമ്പോൾ ഉറുമ്പ് അന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു ഈ പക്ഷിയോട്, എടോ സന്തോഷമായി, നീ എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കണ്ട, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാവുമ്പോൾ ഞാൻ നിനക്ക് ഇതിന് ഞാൻ പ്രത്യുപകാരം ചെയ്യുന്നു. അപ്പൊ പക്ഷി ചോദിച്ചു, നീ എന്ത് ചെയ്യാനാണോ അത്ര പോന്ന് ഉറുമ്പേ ചോദിച്ചാരോട്. ഉറുമ്പിനെ അപമാനിച്ചു വിട്ടു. ഉറുമ്പ് പറഞ്ഞു, അങ്ങനെ വലിയ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ ചെയ്യാൻ പറ്റില്ല ചോദിച്ചു. അങ്ങനെ ഒരു കഥ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ആ പക്ഷി എന്ന ആ മരത്തിൻ്റെ മുകളിലിരുന്നിട്ട് ഈ നല്ല പഴുത്ത വരിക്കച്ചക്കയുടെ പഴം അങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. വരിക്കച്ചക്കയുടെ ആ തുളച്ച് അതിൻ്റെ ഉള്ളിക്ക് തലയിട്ടത് കാരണം ഓട്ടയാക്കി തലയിട്ടൊന്നും കാണില്ലല്ലോ. ഈ വേടം വന്നൊന്നും പക്ഷി കണ്ടില്ല. പക്ഷെ അപ്പോഴാണ് നമ്മുടെ ഈ ഉറുമ്പ് വൈകുന്നേരം 3:15 റേഷൻ കടയ്ക്ക് സഞ്ചിയും കോട്ടയിട്ട് ഇറങ്ങിയത് കേട്ടോ ഒഴിക്കൂടി. അപ്പോഴാണ് എന്ത് ഇവിടെ പക്ഷി ഇത് തിന്നണതേ. അപ്പൊ പറഞ്ഞു, ഇടവഴി കൂടി പോകുമ്പോൾ ഇതാര് കണ്ടു, നമ്മുടെ ഈ ഉറുമ്പ് കണ്ടു. ഒരു വേടന മറവിൽ നിന്ന് ഇതിന്റെ ദേഹത്തേക്ക് അമ്പയക്കാൻ പുറപ്പെടാണ്. ഉറുമ്പ് എന്ത് ചെയ്തു വെച്ചാൽ വേഗം സഞ്ചിയും കോട്ടയൊക്കെ ആ മതിലിന്റെ മുകളിൽ വെച്ച് മെല്ലെ പറമ്പിക്ക് ഇറങ്ങിയ കമ്മ്യൂണിസ്റ്റ് പച്ചാരെ തൻ്റെ കൂടി അങ്ങോട്ട് കയറിയിട്ട് വേടന്റെ മുണ്ടിക്ക് അങ്ങോട്ട് കയറിയിട്ട് വേടൻ ആ അമ്പയൊക്കെ അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ വേടന്റെ കാലിന്റെ തുടങ്ങി ഒരു കടി അങ്ങോട്ട് കൊടുത്തു. വേടൻ എന്ന് പറഞ്ഞൊരു ചാട്ടം. വേടൻ അമ്പ ഏതോ പഞ്ചായത്തേക്ക് പോയി. പക്ഷി ആ വെപ്രാളം ബഹളമൊക്കെ കേട്ടപ്പോൾ പക്ഷി പറന്നും പോയി. ഉറുമ്പ് എന്ത് ചെയ്തു, വേഗം കമ്മ്യൂണിസ്റ്റ് പച്ചമയ്ക്ക് തന്നെ കയറിയിട്ട് അവിടുന്ന് ഇറങ്ങി വന്ന് സഞ്ചിയും കോട്ടയും മതിലുമ്പിലുണ്ടല്ലോ, അതാരെങ്കിലും എടുത്തോണ്ടതിന് മുമ്പ് തന്നെ എടുത്തുകൊണ്ടുപോയി റേഷൻ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പം ബസ് സ്റ്റോപ്പിൽ വെച്ച് ആരെയെ കണ്ടു, പക്ഷിയെ കണ്ടു. പക്ഷിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പക്ഷി, എന്നാലും എനിക്ക് അത്രയ്ക്കൊക്കെ പറ്റിയില്ലോ. എന്ത് ചോദിച്ചു. അപ്പൊ തനിക്ക് ഓർമ്മയില്ലേ 3:15 ഞാൻ ഇടവഴി കൂടി വരുമ്പം തന്നെ മറ്റേ ആ വേടനെ അമ്പ ചെയ്യാൻ പുറപ്പെട്ടപ്പം എന്നിട്ട് നീ എന്താ ചെയ്തത്? എൻ്റെ ദേഹത്തേക്ക് നെഞ്ചത്തേക്ക് അമ്പ് ഇങ്ങനെ തിരിച്ചു പിടിച്ച് അമ്പ അയക്കാൻ പുറപ്പെടും ഞാനേ ആ വേടന്റെ കാലിന്റെ തുടക്കി കടിയെ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദിശ തെറ്റിയിട്ട് നീ രക്ഷപ്പെട്ടത്. അപ്പൊ നമ്മുടെ പക്ഷി ചോദിച്ചു, നീ എന്നെ രക്ഷിച്ചത്? ഉവ്വ് എന്നും പറഞ്ഞു. അപ്പൊ ഈ പക്ഷി സന്തോഷം കൊണ്ട് ആ ഉറുമ്പിനെ ഒരൊറ്റ കെട്ടിപ്പിടുത്തം, ഉറുമ്പ് ചത്തും പോയി. ഉറുമ്പ് ചത്ത പിന്നെ കഥ രസമല്ലേ, ചത്തിട്ടില്ല. പറഞ്ഞതിന്റെ അർത്ഥം ഉറുമ്പിനെ കാണുമ്പോൾ നമുക്ക് തോന്നും നിസ്സാരനാ തോന്നും. പക്ഷെ ലോകത്തൊന്നും ആരെയും നമ്മൾ എന്ത് കൂട്ടരുത്, നിസ്സാരായിട്ട് കൂട്ടരുത്. ഉറുമ്പ് ചിലപ്പം വലിയ കാര്യമൊക്കെ ചെയ്തു വരും. പക്ഷിക്ക് പറ്റാത്തത് അങ്ങനെയൊക്കെ ഉണ്ടാ. അപ്പൊ അതുകൊണ്ട് ആരെയും കുറച്ച് കൂട്ടരുത്. ഇവിടെ ഇന്ദ്രനെ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടായി ഒക്കെ പറഞ്ഞു കൊടുത്തു. ഈ കാലത്ത് എന്താ ഉണ്ടായി, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞുല്ലോ. ഈ ശരീരത്തേക്ക് ആനർത്തൻ എന്ന് പറഞ്ഞൊരു പുത്രൻ ഉണ്ടായില്ലേ. ആനർത്തന് രേവതൻ എന്ന് പറഞ്ഞൊരു പുത്രൻ ഉണ്ടായി. ഈ രേവതന് കകുത്മി എന്ന് പറഞ്ഞൊരു പുത്രൻ ഉണ്ടായി. കകുത്മിക്ക് രേവതി പറഞ്ഞൊരു പുത്രി ഉണ്ടായി പറഞ്ഞു. ഈ രേവതിക്ക് കല്യാണ പ്രായമായേ. അതിന് പറക്ക കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശല്യാണ്ട് ഒരു സംശയം വന്ന സമയത്ത് ഈ കകുത്മി എന്തേ ചെയ്തു, മകള് രേവതിയും കൂട്ടിയിട്ട് സത്യലോകത്തേക്ക് ചെന്നു. ബ്രഹ്മാവിനെ കണ്ട് ചോദിച്ചാൽ അറിയാലോ, ബ്രഹ്മാവാണല്ലോ എല്ലാവരെയും സൃഷ്ടിച്ചത്. അദ്ദേഹത്തിന് അറിയണ്ടാവും ആരൊക്കെ കേമൻ, ആരൊക്കെയാണ് മോശക്കാരൻ. എന്താ കാരണം, ഈ പ്രൊഡക്ഷൻ മാനേജർക്കാണല്ലോ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ബ്രഹ്മാവാണല്ലോ എല്ലാവരെയും സൃഷ്ടിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടണ്ടാവില്ല ഇത് എന്തൊക്കെയാന്നൊക്കെ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് സത്യലോകത്ത് ചെന്ന് ചോദിച്ചു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, കുട്ടിയെ കഷ്ടം, നീ ഇപ്പം ഇവിടേക്ക് നിന്റെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട് അപ്പം നിന്റെ വാച്ചിൽ 1-2 മണിക്കൂറേ ആയിട്ടുണ്ടാവുള്ളൂ. നീ ഇവിടെ വന്നപ്പോഴേക്ക് ഭൂമിയിൽ ചതുര്യുഗങ്ങൾ അനവധി കഴിഞ്ഞു പോയി. നീ ഉദ്ദേശിച്ചോരാരും ഇപ്പന്ന്
ഭൂമിയിലില്ല. ആ ഉദ്ദേശിച്ചവരുടെ വംശത്തിൽ ജനിച്ചോരെ കണ്ടോര് പോലും ഇന്ന് ഭൂമിയിലില്ല. എന്തു ചെയ്യും? ഇതിപ്പോ വെളുക്കാൻ തേച്ചത് അങ്ങനെയായില്ലോ എന്നും പറഞ്ഞു. എന്തല്ലേ ചെയ്യുക? അതെന്താന്ന് വെച്ചോണ്ട് ഭൂമിയിലും സത്യലോകത്തൊക്കെ സമയത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ തന്നെ സമയത്തിന് വ്യത്യാസമല്ലേ? ഇപ്പൊ നമുക്ക് അതൊക്കെ മനസ്സിലായി തുടങ്ങിയത് എങ്ങനെയാ വെച്ചാൽ, പണ്ടൊന്നും നമ്മൾ ദൂരെ ദേശങ്ങളിൽ ഇപ്പൊ ഏതെങ്കിലും അന്യരാജ്യത്തൊക്കെ താമസിക്കുന്നവർ നമ്മുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അവരെവിടെയാ താമസിക്കുന്ന സമയമൊന്നും നമുക്ക് അറിയണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കത്തയക്കല്ലേ പതിവ്? ഇല്ല, അങ്ങനെ കത്തയക്കുക പതിവ്. വലിയ ദൂരെ അമേരിക്കയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ പശുവുണ്ട്, അവിടെ കാളയുണ്ട്, ഇവിടെ മഴയില്ല, അവിടെ വെയിലില്ല, ഇവിടെ കോഴിയുണ്ട്, ഇവിടെ നായയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തയച്ച് ഈ കത്ത് അവിടെ എത്തുമ്പോഴേക്ക് അയാൾക്ക് പ്രായമാവും. കത്ത് അദ്ദേഹം വായിച്ച് നോക്കി തിരിച്ച് കത്തയച്ചാൽ നമ്മുടെ അടുത്തെത്തുമ്പോഴേക്ക് നമ്മളും റിട്ടയർ ആയിട്ടുണ്ടാവും, നമുക്കും പ്രായമായിട്ടുണ്ടാവും. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ഒരേ സമയത്തിന്റെ കണക്കന്ന് വലിയ പിടുത്തണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെയല്ലല്ലോ. 12 ആഴ്ച ഒരു ദിവസം വടക്കേല മുട്ടിയമ്മ അങ്ങനെ രാത്രി 12:15 പെട്ടെന്ന് എന്തോ ഫോൺ വിളി കേട്ട് ചാടി എണ്ണീട്ടിട്ട് ഫോൺ എടുത്തിട്ട് വിളിച്ചവനോട് കുറെ തെറിയും കേട്ടോ. അപ്പ ഇതുവരെ 68 വയസ്സ് വരെ പഠിച്ച തെറി മുഴുവൻ കണ്ട് വിളിച്ചു. ഒക്കെ വിളിച്ചു കഴിഞ്ഞപ്പോ പിന്നെയൊന്നും വിളിക്കാനില്ലാണ്ട വന്നപ്പോ ഒന്ന് ശ്വാസം വിടാൻ ഒന്നും നിർത്തിയതാ. അപ്പോഴാണ് എന്തുണ്ടായത്? മകനാ വിളിച്ചതെന്ന് മനസ്സിലായത്. അപ്പോൾ ചോദിച്ചു, ഉണ്ണി അറിഞ്ഞോ? അമ്മയ്ക്ക് മനസ്സിലായില്ല കേട്ടോ ഉണ്ണിയെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഉണ്ണി പറഞ്ഞു, അമ്മയാണെന്നൊക്കെ വേഗം മനസ്സിലായി എന്ന് പറഞ്ഞു. ഉണ്ണി ഇപ്പൊ ഈ 12:30 വിളിക്കണത് അമ്മ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. 12:30 അയ്യോ, ഇവിടെ 5:30 ആയിട്ടേ ഉള്ളൂ, ഞാൻ ആഫീസിൽ നിന്ന് വരുന്ന വഴിയെന്ന് പറഞ്ഞു. കേട്ടോ, അവിടെ 5:30 ആയപ്പോ ഇവിടെ 12:30. ഇപ്പൊ നമുക്ക് ഫോണിൽ വിളിച്ചതുകൊണ്ടല്ലേ ഇത് മനസ്സിലായത്? കത്തയച്ചാൽ മനസ്സിലാവുമോ? അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ തന്നെ വ്യത്യാസമുണ്ട്. എങ്ങനെ? ഇത് മാത്രമല്ല, ഈ ഭൂമിയിൽ ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം എന്ന് കേട്ടിട്ടുണ്ടോ? ആർട്ടിക്ക അന്റാർട്ടിക്ക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടേക്ക് 6 മാസം പകലും 6 മാസം രാത്രി എത്ര? 6 മാസേ. അപ്പൊ അതിങ്ങനെ കേട്ടപ്പോ നമ്മുടെ കൂടെ ഒരുത്തൻ പറഞ്ഞു, നെക്കി അവിടേക്ക് പോവാറുന്നു. അതെന്താടോ ചോദിച്ചു. എന്നാ പിന്നെ കൊല്ലത്തിൽ 2 തവണയില്ലേ കുളിയും ദേവാരും വേണ്ടു? ഇപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ല, അങ്ങനെയുണ്ടേ. അപ്പൊ ഭൂമി, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ കാലത്തിന് വ്യത്യാസമുണ്ടേ. പിന്നെ ഇപ്പം അന്യലോകത്തൊക്കെ എത്രയുണ്ടാവും? അതായത് നമുക്ക് 30 നാഴിക പകല്, 30 നാഴിക രാത്രി, 60 നാഴിക ഒരു ദിവസം. ഇങ്ങനത്തെ 60 നാഴിക കൂടിയ ഒരു ദിവസം, 7 എണ്ണം കൂടിയാൽ ഒരാഴ്ച, 2 ആഴ്ച കൂടിയാൽ ഒരു പക്ഷം, 2 പക്ഷം കൂടിയാൽ ഒരു മാസം, 2 മാസം കൂടിയാൽ ഒരു ഋതു, 3 ഋതു കൂടിയാൽ ഒരു അയനം, 2 അയനം കൂടിയാൽ ഒരു വർഷം, 365 ദിവസം. ഒന്നും മനസ്സിലായില്ലല്ലോ? അത്ര മതി. 365 ദിവസമായാൽ ഒരു വർഷവും. നമ്മുടെ ഈ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസം. ഇങ്ങനെയുള്ള നമ്മുടെ വർഷങ്ങൾ കൂടിയ ആ ദേവന്മാരുടെ ദിവസം, ഒരു ദിവസം ഉണ്ടല്ലോ, അത് 360 എണ്ണം കഴിഞ്ഞാൽ ദേവന്മാർക്ക് ഒരു വർഷം. ഇത് വെറുതെ ഇനി കൂട്ടാൻ പോണ്ട, കൂട്ടാൻ ഇവിടെ നിർത്തിക്കോളൂ, ഇല്ലെങ്കിൽ വൈകുന്നേരം ദോശയിൽ കൂട്ടാൻ പറ്റില്ല. ഒക്കെ പോയിട്ടുണ്ടാവും. ചില കണക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലൊക്കെ പോവും. മനസ്സിലായില്ലേ? വലിയൊരു വിഷയമാണത്. ചതുര്യുഗങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പൊ ആർക്കാപ്പം മകളെ കൊടുക്കുക എന്നല്ലേ ചോദിച്ചത്? പേടിക്കേണ്ട. ഏതായാലും ഭൂമിയില് നോക്കൂ, സംഘർഷണമൂർത്തി ബലരാമൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞ ആരെയെ പറഞ്ഞയച്ചു? ഈ കകുത്മിയും മകളെയും പറഞ്ഞയച്ചു. അങ്ങനെ കകുത്മിയും മകളും കൂടി എങ്ങോട്ട് പോകുന്നു? ഭൂമിയിലേക്ക് പോകുന്നു. അവർ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയിൽ എത്തിയിട്ടില്ല. അവരുടെ കഥ ഇതിൻ്റെ ബാക്കി നമ്മൾ നാളെ വൈകുന്നേരം ഈ നേരത്തെ പറയും. അപ്പൊ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്നൊന്നും പറയേണ്ട. അവർ വണ്ടിയിൽ വെത്തും. അപ്പോഴേക്ക് അവിടേക്ക് പറഞ്ഞു തീക്കിലേക്ക് ബാക്കി കഥ അപ്പം പറയും. ഈ കഥ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കഥ കകുത്മിയുടെ മകളുടെ കഥ, രേവതിയുടെ കഥ കഴിഞ്ഞിട്ടില്ല. നാളെയാണത് മുഴുവനേക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടായി. അപ്പൊ ഈ കഥ കേട്ടപ്പോഴാണ് ചോദിച്ചു, പിന്നീട് എന്താ ഉണ്ടായത്? പിന്നെ ഈ വംശത്തിൽ ഈ ശരിയാതിയുടെ പരമ്പരയും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഈ വംശത്തിൽ ഒരു വലിയ യോഗ്യനായ ഒരു കുമാരൻ ഉണ്ടായി. ആ കുമാരന്റെ പേരാണ് കവി എന്ന് പറയും. ശ്രദ്ധിച്ച് കേൾക്കണേ, ചെറിയ കഥയാണെങ്കിൽ കേൾക്കണം. ഈ കവി എന്ന് പറഞ്ഞ കുമാരൻ എന്താ ചെയ്തു വെച്ചാല്, ഗുരുകുലത്തിൽ പോയി ഇരുന്ന് അങ്ങനെ പഠിച്ചു. ഗുരുനാഥനെ സേവിച്ചിരുന്നേ കൊട്ടാരത്തേക്ക് മടങ്ങി വന്നില്ല. അപ്പൊ ജ്യേഷ്ഠന്മാർ വിചാരിച്ചു, ഈ കുമാരൻ ഇനി തിരിച്ചു വരില്ല, അവിടെ ഇരിക്കുക തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. കുറെ കാലമായിട്ട് വരാത്തതല്ലേ, അപ്പൊ അവിടെ ഇരിക്കുക ഉണ്ടാവുള്ളൂ. ജ്യേഷ്ഠന്മാരെല്ലാരും കൂടി ചേർന്ന് എന്ത് ചെയ്തു? സ്വത്തൊക്കെ ഭാഗിച്ചു. എല്ലാ സ്വത്തുക്കളും അവർ ഭാഗിച്ചെടുത്തു. സ്വത്തൊക്കെ ഭാഗിച്ചെടുത്ത് ഭാഗം വെപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആര് വരണത്? കവി അങ്ങനെ വരികയാണേ. ഇപ്പൊ കവി വരുന്നപ്പോൾ പറമ്പിലൊക്കെ ചൂടിയും കയറും ഒക്കെ ഇങ്ങനെ കെട്ടി കണ്ടപ്പോൾ, അതിർത്തി തിരിച്ച് കെട്ടിയത് കണ്ടപ്പം കുമാരൻ ഏട്ടന്മാരോട് ചോദിച്ചു, എന്താ ഏട്ടന്മാരെ പറമ്പിൽ ഇങ്ങനെ കയറ് കെട്ടി തിരിച്ചത് ചോദിച്ചു. അപ്പൊ ജ്യേഷ്ഠന്മാര് പറഞ്ഞു, ഞങ്ങൾ സ്വത്തൊക്കെ ഭാഗിച്ചതാണ് ഉണ്ണിയെന്നും പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്നിട്ട് സ്വത്ത് ഭാഗിച്ചപ്പോൾ എനിക്കിപ്പോൾ എന്താ ഭാഗത്തിൽ വെച്ചത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിനക്ക് ഞങ്ങൾ അച്ഛനെയാണ് വെച്ചത് എന്നും പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഭാഗം പോലെ തന്നെ. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണല്ലോ ഭാഗം? 4 തെക്കിനിയും വടക്കണിയും പടിഞ്ഞാറ്റി കിഴക്കണി പത്തായപ്പര കളപ്പര കുളപ്പര അതൊക്കെ വേഗം വേഗം ഭാഗവും. എങ്ങനെയൊക്കെയല്ലേ പതിവ്? അങ്ങനെയുണ്ട്. ഉരുളി 4 എണ്ണം ഉണ്ടായിരുന്നു, 4 ആൾക്ക് കൊടുത്തു.
ചട്ടുക 4 ഉണ്ടായിരുന്നു, 4 കൊടുത്തു. കിണ്ടി 4 ഉണ്ടായിരുന്നു, 4 കൊടുത്തു. വിളക്ക് 3 ഉണ്ടായിരുന്നുള്ളൂ, അത് 2 ഓരോരുത്തർക്ക് കൊടുത്തു. ഒന്ന് പൊട്ടിച്ച് 2 കൂടി കൊടുത്തു. പൊട്ടിക്കാൻ പാടില്ല എന്നോ? പൊട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ അവിടെ പോയിട്ട് ലഹള തീർത്തോളൂ. അവിടെ പോയിട്ട് ശരിയല്ലേ? ഇത് ഇങ്ങനത്തെ ഭാഗമല്ലേ നമ്മുടെ നാട്ടിൽ. ചിലപ്പം ഭാഗം വെപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് TV ഒക്കെ ഓഫ് ചെയ്ത് നോക്കിയിരിക്കാൻ തോന്നും. എന്താ കാരണം? ഇത്ര നല്ല നേരം പോക്ക് വേറെ എന്താ ഉള്ളത്? ശരിയല്ലേ ഇത്? ഒരു കഥയില്ല. എന്തല്ലേ, ഇങ്ങനെയാണ് ലോകം. ഇവിടെ ഇപ്പൊ അച്ഛനെയാണ് വെച്ചതാ പറഞ്ഞപ്പോ ഈ ഉണ്ണി പാവം എന്ത് ചെയ്തു? സന്തോഷം കൊണ്ട് അതിന് സഹിച്ചില്ല. എന്നാലും എൻ്റെ അച്ഛൻ എനിക്കെന്നെ കിട്ടിയില്ലോ എന്ന് സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് അച്ഛനെ ചെന്ന് നമസ്കരിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എന്തുണ്ണി, അച്ഛാ എന്താ ഉണ്ണിയെ, എനിക്ക് അച്ഛനെ ആ ഭാഗത്തിൽ കിട്ടിയത് എന്ന് പറഞ്ഞങ്ങോട്ട് ആ സന്തോഷം സഹിക്ക വയ്യാണ്ട് കണ്ണീരോടെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. പാവം അച്ഛന് തോന്നി, ഇത്ര നിഷ്കളങ്കനാത്, സാധു ആയതുകൊണ്ടല്ലേ തന്നെ ഈ പല്ലും പോയി കണ്ണും പൊട്ടി വയസ്സായ തന്നെ കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ട്? ഉണ്ണിയെ എന്നെ എൻ്റെ ജ്യേഷ്ഠന്മാർ പറ്റിച്ചതാണ്. അതാണ് ഉണ്ണി ഇങ്ങനെ ഉണ്ടായത്. ഒരു കാര്യം ചെയ്യൂ, ഉണ്ണിയുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ടേ നരകിക്കില്ല. ഉണ്ണി ഒരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത് കുറെ മഹർഷിമാർ യജ്ഞം ദീക്ഷിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ചില മന്ത്രങ്ങളൊന്നും ചൊല്ലാൻ തോന്നാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ണി പഠിപ്പ് കഴിഞ്ഞ് വന്നതല്ലേ, ഉണ്ണി പോയിട്ട് അവർക്ക് തോന്നാത്ത മന്ത്രങ്ങളൊക്കെ ഒന്ന് ചൊല്ലി തോന്നിച്ചുടക്കുക. അപ്പൊ അവര് യാഗം കഴിഞ്ഞിട്ട് സ്വർഗത്തേക്ക് പോകുമ്പം യജ്ഞശിഷ്ട ഉണ്ണിക്ക് തരും. അത് കുറേ ഉണ്ടാവേ, അത് ഉണ്ണിക്ക് എടുക്കാമെന്നും പറഞ്ഞു. ആയിക്കോട്ടെ അച്ഛാന്നും അച്ഛൻ പറഞ്ഞാൽ കേൾക്കണമല്ലോ. ഉണ്ണി വേഗം പോയി മന്ത്രമൊക്കെ ചൊല്ലി പറഞ്ഞു കൊടുത്തു. അവർ യാഗമൊക്കെ കഴിഞ്ഞ് പോയി യജ്ഞശിഷ്ട ആർക്ക് കൊടുത്തു? ഈ കുമാരനെ കൊടുത്തു. ഈ കുമാരൻ യജ്ഞശിഷ്ട എടുക്കാൻ പോണ സമയത്ത് കറുത്ത് നീളം കുറഞ്ഞ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉണ്ണിയെ യജ്ഞശിഷ്ടത്തിന്റെ അവകാശി ഉണ്ണിയല്ല ഞാനാണ് എന്നും പറഞ്ഞു. അപ്പൊ ഉണ്ണി പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ഞാനാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ എടുത്തതാ പറഞ്ഞു. അച്ഛനെ പറഞ്ഞപ്പോൾ തെറ്റിയതാ, ഉണ്ണി ചെന്ന് ചോദിച്ചു നോക്കൂ എന്നും പറഞ്ഞു. എന്നാൽ ഞാൻ ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞു. ഈ കുമാരൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ശരിയാ കുട്ടിയെ, യജ്ഞശിഷ്ടത്തിന്റെ അവകാശി ഉണ്ണിയല്ല, അച്ഛൻ അന്ന് ധൃതിയിൽ പറഞ്ഞപ്പോൾ തെറ്റിയതാണ്. നോക്കൂ, യജ്ഞശിഷ്ടത്തിന്റെ അവകാശി രുദ്രനാണെന്നും പറഞ്ഞു. എവിടെ യജ്ഞം കഴിഞ്ഞാലും യജ്ഞശിഷ്ടത്തിന്റെ അവകാശി രുദ്രനാണെന്നൊരു തീരുമാനം പണ്ട് ദക്ഷയജ്ഞ ഉണ്ടായില്ലേ, അന്ന് തീരുമാനിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് രുദ്രനാണ് വന്നത്. കുമാര തെറ്റിയതാണ് ഉണ്ണിയെന്ന് ആര് പറഞ്ഞു? അച്ഛൻ വലിയ വ്യസനത്തോടെ ക്ഷമ ചോദിച്ചു. സാരല്ലേ അച്ഛാ, കുഴപ്പമില്ല, ഞാൻ പോയി പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞു. ഈ കുമാരൻ ഓടി വന്ന ശ്രീരുദ്രന്റെ അടുത്ത് വന്നിട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ശ്രീരുദ്ര ഭഗവാൻ അറിഞ്ഞൂലേക്ക് മനസ്സിലായില്ല കേട്ടോ, ക്ഷമിക്കണം എന്നോട്. ഞാൻ എന്തേ ചെയ്തു വെച്ചാൽ അങ്ങയുടെ സ്വത്ത് എൻ്റേതാണെന്ന് ഞാൻ അറിവില്ലായോണ്ടാണ് പറഞ്ഞത്. അങ്ങ് എന്ത് ചെയ്യരുത്, ആലോച്യം തോന്നരുത്. ആര് നമസ്കരിച്ചു? കുമാരൻ. അതുകൊണ്ട് എൻ്റെ അല്ല, അച്ഛനെ നാക്കുപഴ ഉണ്ടായതാ. എന്ത് പിഴ? അച്ഛൻ്റെ നാക്ക് പഴച്ചതാണേ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് തൊഴുതപ്പോൾ ആ കുമാരൻ്റെ നിഷ്കളങ്കമായ ഭാവം കണ്ടപ്പം രുദ്രൻ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പുറത്ത് തലോടി തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ടൊരു വാക്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയൂ? ഉണ്ണിയെ യത്തേ പിതാ അവധർമ്മം ത്വം ച സത്യം പ്രഭാഷസേ. അതാ പറഞ്ഞത്, യത്തേ പിതാ അവധർമ്മം. ഉണ്ണിയുടെ അച്ഛൻ ധർമ്മമാണ് പറഞ്ഞത്, ഉണ്ണി സത്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉണ്ണിയുടെ അച്ഛൻ ധർമ്മമാണ് പറഞ്ഞത്, ഉണ്ണി സത്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് യജ്ഞശിഷ്ടത്തിന്റെ അവകാശി ഉണ്ണിയാണ് എന്ന് പറഞ്ഞ് രുദ്രൻ്റെ മുഴുവൻ ആർക്ക് കൊടുത്തു? ഈ കുമാരന് കൊടുത്തു, കവിക്ക് കൊടുത്തു. എന്താ പറഞ്ഞത്? അച്ഛൻ ധർമ്മമാണ് പറഞ്ഞത്, ഉണ്ണി സത്യമാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ധർമ്മം പറയുന്ന അച്ഛൻ്റെ മകൻ സത്യേ പറയുള്ളൂ. നമ്മൾ മിനിയെന്ന് പറഞ്ഞില്ലേ, അമ്മമാര് നന്നായ കുട്ടികൾ നന്നായി എന്ന്. അപ്പോളേ നമ്മൾ പറഞ്ഞു അച്ഛന്മാര് നന്നായ കുട്ടികൾ നന്നാവണ കാര്യം മറ്റന്നാൾ ഉച്ചയ്ക്ക് പറയുന്നു. അതാണ് ഇപ്പൊ പറഞ്ഞത്. ആ അച്ഛന്മാരും കേൾക്കണേ. അതായത് അച്ഛൻ ധർമ്മമാണ് പറയണത് വെച്ചാൽ മകൻ എന്തേ പറയുള്ളൂ? സത്യേ പറയുള്ളൂ. ടാങ്കിലത്തെ വെള്ളമാണ് ടാപ്പിൽ കൂടി വരണതേ. ഇടയ്ക്ക് കുട്ടികളൊന്നും ഇല്ലായിരിക്കും, ശരിയല്ലേ? അത് ടാങ്കിലത്തെ വെള്ളമല്ലേ ടാപ്പിൽ കൂടി വരുന്നത്. നമ്മൾ ടാപ്പ് കഴുകിയിട്ട് കാര്യമുണ്ടോ? കലക്കവെള്ളം വരുന്നത്, പിന്നെയും കഴുകി, പിന്നെയും വരണോ കലക്കവെള്ളം. ടാപ്പ് മാറ്റി, പിന്നെയും കലക്കവെള്ളം. സ്റ്റീലിൻ്റെ ടാപ്പ് ഇട്ടു, കലക്കവെള്ളം, അത് കഴുകി, കലക്കവെള്ളം. പിച്ചളയുടെ ടാപ്പ് ഇട്ടു, കലക്കവെള്ളം, അത് കഴുകി, കലക്കവെള്ളം. പിന്നെ ദുബായിൽ നിന്ന് രണ്ടാമത്തെ നാരായണൻകുട്ടി വരുമ്പോൾ കൊണ്ടുവന്ന ദുബായിത്തെ ടാപ്പ് ഇട്ടു, അപ്പം നല്ല കലക്കവെള്ളം. ഇപ്പം നമ്മളിങ്ങനെ കഷ്ടത്തിലായി, കലക്കവെള്ളം ഇല്ലാണ്ടേക്കാൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ വർക്കല നാരായണൻ നായർ പറഞ്ഞു, തിരുമേനി ടാപ്പ് മാറ്റണ്ട, ടാങ്ക് കഴുകിയാൽ മതി എന്നും പറഞ്ഞു. നമ്മൾ മനസ്സിരുത്തി ലീവ് എടുത്ത ടാങ്ക് കഴുകി. ഇപ്പൊ പഴയ പ്ലാസ്റ്റിക്കിന്റെ വക്ക് പൊട്ടിയ ടാപ്പ് ഇട്ടപ്പോഴും നല്ല തെളിഞ്ഞ വെള്ള. മനസ്സിലാവുമായിരിക്കും, ശരിയല്ലേ? ടാങ്കിലത്തെ വെള്ളമാണ് ടാപ്പിൽ കൂടി വരിക. പക്ഷെ ടാങ്ക് കഴുകാൻ വലിയ ബുദ്ധിമുട്ടാ, ടാപ്പ് ഊരി എറിയാൻ എളുപ്പാ. മനസ്സിലാവണില്ല അല്ലേ?
ഇപ്പോഴും നമ്മൾ അങ്ങനെയാണ്. ആലോചിച്ച് നോക്കൂ, പണ്ട് അച്ഛൻ ഇങ്ങനെ മകനോട് പറഞ്ഞു, എടാ നിന്നെയൊക്കെ എന്തിനു കൊള്ളും, വെറുതെ ചോറുണ്ട് തീർക്കാനായിട്ടുള്ള ജന്മം, നീയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിന്റെ പ്രായത്തിൽ നെഹ്റു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ബ്രിട്ടീഷുകാരോട് പടപൊരുതായിരുന്നു, നീയാ ചോദിച്ചു. ഇപ്പൊ മകൻ പറഞ്ഞു, അച്ഛൻ്റെ പ്രായത്തിൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അച്ഛനോ എന്ന് ചോദിച്ചു. അച്ഛനെ പിന്നെ പഞ്ചായത്തിലേ കണ്ടിട്ടില്ല. നമ്മൾ ഈ ഉരി കൊടുത്ത് പറ വാങ്ങാന്ന് കേട്ടിട്ടില്ലേ? ചെറുത് കൊടുത്ത് ഓരോന്ന് കൊടുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണേ. അതെങ്ങനെയാ പണ്ട് എന്താ വെച്ചാലേ, ഈ കുട്ടി ക്ലാസ്സിൽ വരുന്ന കുട്ടി എപ്പോഴും ടീച്ചർ സയൻസ് പഠിപ്പിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി പറയും. ഈ ചെക്കൻ എന്ത് പറഞ്ഞാൽ ഇലക്ട്രിക്കിറ്റി എന്നേ പറയില്ല. ടീച്ചർക്ക് അങ്ങോട്ട് വല്ലാണ്ട് മുഷിഞ്ഞ് നാറി. എത്ര പറഞ്ഞു കൊടുത്താലും ഇലക്ട്രിക്കിറ്റി അത് മാറ്റില്ല. മുടുക്ക ടീച്ചർ ഒരു ദിവസം നിരീക്ഷോ, എൻ്റെ അമ്മയും അച്ഛനെ ഒന്ന് കണ്ടെന്ന് പറയണം. ഒരു ദിവസം ടീച്ചർ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോൾ കുട്ടിയുടെ അമ്മയെ കണ്ടപ്പോൾ തൊഴിൽ കഴിഞ്ഞാൽ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അമ്മോട് പറഞ്ഞു, നിങ്ങൾ ആ കുട്ടിയെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അത് ഇലക്ട്രിക്കിറ്റി എന്നേ പറഞ്ഞു. ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചൂടെ ഇലക്ട്രിസിറ്റി എന്ന്, ഞാൻ തോറ്റു അതിൻ്റെ മുമ്പിൽ എന്നും പറഞ്ഞു. അപ്പം അമ്മ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, സാരല്ലേ ടീച്ചർ, അതിന് അത്രേ കപ്പാക്കിറ്റി ഉള്ളൂ എന്നും പറഞ്ഞു. എന്ത് കപ്പാക്കിറ്റി? അപ്പോഴാ ടീച്ചർക്ക് മനസ്സിലായത് തരക്കേടില്ല കേട്ടോ, ഇത് കുറച്ച് മുമ്പേക്ക് പോകണം, ഇത് എന്നാലേ നേരെയാവുള്ളൂ എന്ന്. എന്നാൽ ശരി ആയിക്കോട്ടെ പോട്ടെ. അമ്മയുടെ അടുത്തൊന്നും പിന്നെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടായപ്പോൾ അച്ഛൻ വന്നു. നന്നായി, അച്ഛനോട് പറഞ്ഞാൽ നന്നാവും. അച്ഛനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഒന്ന് ഇലക്ട്രിസിറ്റി എന്നൊക്കെ നേരെ പറഞ്ഞു കൊടുത്തൂടെ ഇതിനെ, ഈ വെറുതെ ഇതിനെ ഇലക്ട്രിക്കിറ്റി എന്ന് പറയണത്. അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു, ടീച്ചറേ അതെ ടീച്ചർ അതിന് വലിയ പബ്ലിക്കിറ്റി കൊടുക്കണ്ടെന്നും പറഞ്ഞു. അപ്പോഴാണ് ടീച്ചർക്ക് മനസ്സിലായത്, വിത്ത് ഗുണം 25 ഗുണം 10 ഗുണം അത്ര. 10ഒക്കെ പണ്ട്, കാലം മാറിയത് അറിഞ്ഞിട്ടില്ല. വിത്ത് ഗുണം 25 ഗുണം ശരിയല്ലേ ഇത്? അതാണ് നമ്മളപ്പോൾ തിരുത്തുമ്പോൾ ഇലക്ട്രിക്കിറ്റി നേരെയാക്കിയിട്ട് പോരാ, ഇവിടുന്ന് തിരുത്തണം. കപ്പാക്കിറ്റി പബ്ലിക്കിറ്റി ഒക്കെ തിരുത്തി പറഞ്ഞു. അപ്പോഴേക്ക് നമുക്കും പ്രായമാവും. എന്തല്ലേ ലോകം ഇങ്ങനെയാണ്. അതുകൊണ്ടാ പറയുന്നത്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ധർമ്മം പറയണേ അച്ഛൻ, സത്യം പറയണം. ലോകത്തിന്റെ പണ്ട് എന്താ വെച്ചാൽ കുട്ടികൾ മാവിന്റെ ചോട്ടിൽ കളിക്കുകയാണേ. അപ്പൊ ആ മാവിന്റെ മുകളിൽ വലിയൊരു മാമ്പഴം ഉണ്ട്. 1-2 പഴം ഉണ്ടാവുള്ളൂ. മൊത്തം ഉണ്ടായത് വലിയ പഴമാണ്. അപ്പൊ നോക്കുമ്പോൾ ഒരു 10-15 കുട്ടികളുണ്ട്. എല്ലാവർക്കും കൂടി കൊടുത്താൽ തികയില്ല മാമ്പഴം. ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു വെച്ചാൽ, ഈ മാമ്പഴം പഴുത്ത് പാകായ നല്ല രുചിയുള്ള പഴമാണേ. അപ്പൊ അത് അവരാ ഒരു തിണ്ണേമ്പൽ അവിടെ കയറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മളെല്ലാവരും ഒരു കളി കളിക്കുക, കളിയിൽ ജയിക്കണയാൾക്ക് സമ്മാനമായിട്ട് എന്ത് കൊടുക്കാം? മാമ്പഴം കൊടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഇവരിങ്ങനെ കളിക്കാൻ തുടങ്ങി. കുട്ടികളെ പറഞ്ഞു, എന്ത് കളിയാണ് കളിക്കുന്നത്? ഒരു പ്രത്യേക കളികൾ, നോണ പറഞ്ഞ് കളിക്കാമെന്നും പറഞ്ഞു. വലിയ നോണ പറയുന്നവർക്ക് എന്ത് കൊടുക്കും സമ്മാനമായിട്ട്? മാമ്പഴം. ഏറ്റവും വലിയ നോണ പറയുന്നവർക്ക് എന്ത് കൊടുക്കും? അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഓരോ വലിയ നോണ, നമുക്ക് ലോക്കൽ നോണ. എന്ത് പറഞ്ഞിട്ട് ഒരു വലിയ നോണയില്ലേ, ഒരു സാധാരണ നോണയാ പറഞ്ഞത്. അങ്ങനെ കുട്ടികൾ നോണ പറഞ്ഞ് കളിക്കുമ്പോഴാണ് ആ നാട്ടിലെ വലിയ കാരണവരുണ്ടല്ലോ, വലിയ കേമൻ, അദ്ദേഹത്തെ ബഹുമാനിക്കും, എല്ലാവരും ബഹുമാനിക്കും. അദ്ദേഹം ഇങ്ങനെ മുണ്ടിന്റെ വക്കം പിടിച്ച കോട്ടയും പിടിച്ച് അങ്ങനെ വരിക കാരണവരെ, എല്ലാവർക്കും വലിയ കാരണം. അപ്പൊ മുത്തശ്ശ നമസ്കാരം എന്നൊക്കെ കുട്ടികൾ പറഞ്ഞു. മുത്തശ്ശൻ അവിടെ നിന്നു. കുട്ടികളെ എന്താ പണി നിങ്ങളൊക്കെ? നിങ്ങൾ കളിക്കുക മുത്തശ്ശാന്നും. എന്ത് കളിയാ കളിക്കണേ ചോദിച്ചു. അപ്പൊ മുത്തശ്ശനോട് ഈ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ നോണ പറഞ്ഞ് കളിക്കുകയാണ് മുത്തശ്ശ എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ അദ്ദേഹം, ശിവ നോണ പറഞ്ഞ് കളിക്കേ? മുത്തശ്ശന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ സത്യം പറഞ്ഞിട്ടായിരുന്നു കളിച്ചേർന്നത്. അപ്പൊ നോണ പറഞ്ഞ് കളിക്കാറയ്യോ ശിവ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടികളുടെ കൂട്ടത്തിൽ ആ വലിയ ചെക്കൻ പറഞ്ഞു, കൊടുക്കട മാങ്ങ കാർന്നോർക്ക് എന്നും പറഞ്ഞു. അങ്ങനെ മാങ്ങ ആർക്ക് കൊടുത്തു? കാർന്നോർക്ക് കൊടുത്തു. കാർന്നോര് മാങ്ങയായിട്ട് പോയി. മത്സരം തീർന്നു. ഇപ്പോഴും കാർന്നോർക്ക് അറിയില്ല ഇത് എന്തിനു കിട്ടിയ സമ്മാനാണ്. മനസ്സിലായില്ല അല്ലേ? അത് പിന്നെ വൈകുന്നേരം കാപ്പി കഴിഞ്ഞ് ആലോചിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെയാ ലോകത്തിന്റെ കഥ. സ്കൂള് പൂട്ടിയെന്ന് പറഞ്ഞ് കുട്ടികളായിട്ട് മുഖത്തിരുത്തി പഠിപ്പിക്കുകയാണെ അച്ഛൻ അങ്ങനെ പഠിപ്പിക്കുക. സത്യം വദ ധർമ്മം ചര, സത്യമേ പറയാവൂ ധർമ്മമേ ചെയ്യൂ. സത്യം വദ ധർമ്മം ചര. ചൂരലിന്റെ വടി ചുമരുമ ചാരിയിട്ടുണ്ട്. സത്യം വദ. അപ്പുറത്തെ പറമ്പിൽ കുട്ടികളിങ്ങനെ കുട്ടിമറിഞ്ഞ് കളിച്ച് ചിരിച്ചിട്ട് ഇങ്ങനെ രസിച്ചിട്ട് അട്ടഹസിച്ചിട്ട് ഇതിങ്ങനെ കേട്ടിട്ട് ഈ കുട്ടികൾക്ക് വേവലാതിയാവുകയാണ് അപ്പുറത്തെ പറമ്പിൽ. അപ്പോഴാണ് ഇവിടെ സത്യം വദ ധർമ്മം ചര. സത്യം വദ. ആ ചൂരലിന്റെ മുകളിലേക്ക് നോക്കിയാൽ എന്തും വദ എന്നാ. എന്താ കാരണം? വെപ്പൻ മുഷിഞ്ഞ ഈ നമ്മൾ പറയില്ല അജീർണക്കാരൻ, പലഹാരല്ലേ കുഴക്കട്ട കഴിക്കണ മാതിരി ഇഷ്ടമില്ലാണ്ടേ എന്താ അല്ലേ? അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം സത്യമേ പറയാവൂ
ധർമ്മമേ അനുഷ്ഠിക്കാവൂ എന്നാ പറഞ്ഞത്. അപ്പോഴാണ് ഈ ലാൻഡ് ഫോണിക്ക് ഒരു വിളി വന്നേ. ഭാര്യ പോയി ഫോൺ എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഉണ്ട്, കുട്ടികളെ പഠിപ്പിക്കണേ, ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. അപ്പൊ ഇതാ ഒരു ഫോൺ വിളി ഉണ്ട്, ഇവിടെ ഫോൺ വന്നിരിക്കണോ. ഇദ്ദേഹം അങ്ങോട്ട് എണ്ണീട്ട് ചെന്നിട്ട്, അമ്മൂട്ടിയെ എന്നോട് ഞാൻ പറഞ്ഞതാണ്, ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഇവിടെ ഇല്ല, എന്നോട് ഞാൻ ഇവിടെ ഇല്ല. എന്നിട്ട് അമ്മയുടെ ദേഹത്തൊന്നും അങ്ങോട്ട് കൊടുത്തു. അമ്മ ഫോണിന്റെ മുകളിലേക്ക് വീണോ, ഫോൺ എങ്ങോട്ട് വീണോ, പടക്കോ ഇങ്ങോട്ട് പടക്കോ. ഇതൊക്കെ അപ്പുറത്ത് കമ്പിയും പിടിച്ച് നിൽക്കണോ, കേൾക്കുക, ഇവിടെ ഇല്ല എന്ന് പറയും. ആര്? ഏതോ ഒരുത്തൻ അവിടെ വിളിച്ചതുകൊണ്ടാണല്ലോ അവിടെ മണിയടിച്ചത്. അവനെന്താ കേൾക്കണ്ട, അവിടെ ഇരുന്നിട്ടെ. അപ്പോഴേക്ക് കുട്ടികൾ രണ്ടാളും കൂടി വേഗം വന്ന് വലിയ പൂമുഖത്ത് വന്ന് നോക്കിയപ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലായത് തിയറി ഇത്ര വേഗം പ്രാക്ടിക്കൽ ആവുമെന്ന് വിചാരിച്ചില്ല. ഏത് തിയറി? പറഞ്ഞോളൂ. അതന്നെ, സത്യമേ പറയാവൂ, എന്നോട് ഞാൻ പറഞ്ഞത് ഇവിടെ. വെറുതെ നാട് നന്നാവാത്തത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയൂ? നോക്കൂ, പറയണതിനനുസരിച്ച പ്രവൃത്തി ഉള്ളവരുടെ വാക്കിനെ വില ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? ഒന്നും കൂടി പറയാം. പറയണതിനനുസരിച്ച പ്രവൃത്തി ആർക്കാണോ ഉള്ളത്, അല്ലെങ്കിൽ പ്രവൃത്തിക്ക് അനുസരിച്ച വാക്ക് ആരുടെ കയ്യിലാണോ ഉള്ളത്, അവരുടെ വാക്കിന് ഒരു വിലയുണ്ടാവും. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അതുപോലെ വേണമെന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ കുട്ടികളെ നന്നാക്കാൻ പോണ്ട, അവനോ നന്നായാൽ തന്നെ എന്ത് നന്നായിക്കോളും. മനസ്സിലാവില്ലേ? അതാണ്. പക്ഷെ നമ്മളെ നന്നാക്കാൻ എളുപ്പമല്ല. അത് നമ്മൾ നാട്ടുകാരെ ഇല്ലേ, ഭാര്യയും ഭർത്താവും കൂടി തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കലശലായിട്ട് തല്ലുകൂടി ഇരിക്കുമ്പോൾ ഭാര്യ ഇങ്ങനെ പൂച്ചയും നായും കൂടി ഇങ്ങനെ പൂച്ചയും നായും കൂടി തമ്മിൽ കണ്ട മാതിരി ലഹളയാണ് അവിടെ. അപ്പോഴാണ് കുട്ടികൾ സ്കൂളിൽ വന്നിട്ട് ആരടം തൻ്റെ അമ്മ പട്ടക്കാ പറഞ്ഞ അതിന് രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്തു. അതിന് മനസ്സിലായില്ല ഇത് എന്തിനാ കിട്ടിയതെന്ന്. ഇത് ഇവിടെ തീർത്തതാണ്. എവിടെ? ശരിയല്ലേ? ഇത് ലോകം എങ്ങനെയാ? അവനോന് നന്നാവാൻ പറ്റില്ല, പിന്നെ എന്താ നല്ലത്? ഈ പാവത്തിന്റെ നെഞ്ചത്തേക്ക് കയറാനാണ് എളുപ്പം. അങ്ങനെയൊക്കെ തന്നെയല്ലേ ലോകത്തിന്റെ കഥ. നമ്മൾ ലോകത്ത് നടക്കുമ്പോഴേ കണ്ണ് തുറന്ന് നടക്കണട്ടു. എന്താണ് കണ്ണ് തുറന്ന് നടന്ന എന്തൊക്കെ കാണാനുണ്ട്. നേരം പോക്കിന് പറയണ്ടല്ല അതൊക്കെ. ഇതൊക്കെ ലോകത്തിൽ സത്യമായിട്ട് നടക്കുന്നത് തന്നെയല്ലേ. ഇതൊക്കെ നടക്കുന്നത് തന്നെയാണ്. നമ്മൾ പിന്നെ ലേശൊരു ടീസ്പൂണ് നമ്മുടെ വക കൂട്ടും, അത്രയേ ഉള്ളൂ. അതിൽ സംഗതിയൊക്കെ ഉള്ളത് തന്നെയല്ലേ, അസത്യമൊന്നും ഇല്ലല്ലോ. അതത്രയേ ഉള്ളൂ. അത് കൗതുകമൊന്നും വേണ്ട. അങ്ങനെയൊക്കെയാണ്. അതും നമ്മളിങ്ങനെ ചിന്തിക്കുക ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് ആ കുമാരൻ മഹാകേമനായിട്ടിരുന്നു കവി. ഈ കവി എന്ന് പറഞ്ഞ കുമാരന്റെ വംശത്തിലാണ് അംബരീഷൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായി. മഹാകേമനായിരുന്നു അംബരീഷൻ. ഭഗവാനെ ഭജിച്ചു, രാജ്യം ഭരിച്ചു. ഭഗവാനെ ഭജിച്ചു, രാജ്യം ഭരിച്ചു. ഭഗവാനെ ഭജിച്ചു, രാജ്യം ഭരിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഭജനം ഉണ്ടായി, ഭരണം ഉണ്ടായി. നമുക്കാണെങ്കിലോ ഭജനം തുടങ്ങിയാൽ ഭരണവും ഇല്ല, ഭരണം തുടങ്ങിയാൽ ഭജനവും ഇല്ല. രണ്ടും കൂടി അങ്ങനെയല്ലേ പതിവ്. എന്താ വെച്ചാൽ പിന്നെ ഈ ഇദ്ദേഹം ചോദിച്ചു, എന്താ ഇപ്പം അങ്ങേ അമ്പലത്തേക്കൊന്നും കാണാറില്ലല്ലോ രാമൻ നായരെ ചോദിച്ചു. ഒന്നും പറയേണ്ട തിരുമേനി, അമ്മൂട്ടിക്ക് രാവിലെ 5 മണിക്ക് ഓടണം ഡോക്ടർ പറഞ്ഞത്. അപ്പം അവൾ 5 മണിക്ക് ഓടും. എന്നോടാണ് വെച്ചാൽ ഡോക്ടർ ഓടണ്ടെന്നും പറഞ്ഞത്. അദ്ദേഹത്തിന് ഓടാൻ വയ്യാത്തതെന്നാ, മറ്റേക്ക് ഓടേണ്ടതെന്നാണ്. അമ്മൂട്ടി എന്നാൽ 5 മണിക്ക് ഓടുമ്പോൾ ഞാനും അമ്മൂട്ടിയുടെ കൂടെ ഓടും, ഇല്ലെങ്കിൽ വേറെ വല്ലവരും ഓടില്ലേ. അതുകൊണ്ട് അങ്ങനെ രണ്ടാളും കൂടി ഓടി 6 മണി 6:30 മണിയാകുമ്പോഴേക്ക് എത്തുമ്പോഴേക്ക് അമ്മൂട്ടി ഇങ്ങനെ എത്തുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വേഗത്തിൽ ഓടി വന്ന് വെള്ളം ചൂടാക്കും, അല്ലെങ്കിൽ അമ്മൂട്ടിക്ക് ചൂടാവും. അപ്പം അത് കഴിഞ്ഞ് അമ്മൂട്ടി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ദോശ ചൂടുള്ളത് തന്നെ വേണം. അപ്പം ഞാൻ ദോശയുമ്പേക്ക് നിൽക്കും. അപ്പം അമ്മൂട്ടി കുളി കഴിഞ്ഞ് വരുമ്പോൾ ദോശ കഴിക്കും. ദോശ കഴിയുമ്പോഴേക്ക് ചോറാവണം. ചോറ് വാർത്ത പാത്രത്തിലാക്കണം. അപ്പം അമ്മൂട്ടിക്ക് സാരി ചുറ്റുമ്പോഴേക്ക് ഞാൻ അതൊക്കെ പൊതിഞ്ഞ് വെക്കണം. അത് പൊതിഞ്ഞ് വെച്ച് അങ്ങനെ എടുക്കുമ്പോഴേക്ക് ഒന്നാമത്തേന് മറ്റേ സ്പോർട്സിന് പഠിക്കാൻ പോകാണ്ട് മറ്റേ അതിന് കൊണ്ടുപോകണം. രണ്ടാമത്തേന് ട്യൂഷൻ ഉണ്ട്, അതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. മൂന്നാമത്തേന് ഡാൻസ് ഉണ്ട്, അതിന് അങ്ങോട്ട് കൊണ്ടുപോകണം. വേറെ എന്തോ ഒന്നുണ്ട്, അതിനും കൊണ്ടുപോകണം. പിന്നെ ഇതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി രാവിലെ കൊണ്ടുപോയി എനിക്ക് വൈകുന്നേരമായാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. എനിക്ക് പിന്നെ നാളെ കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടാവില്ലേ. ഭരണം കാരണം നേരമില്ല. അതാണ്. എന്താണ്? ഭരണാണേ. അതുകൊണ്ട് ഭജന ഇല്ല. ഇനി വേറെ ചിലരുണ്ട്, അവർ ഭജനാണ് എപ്പോഴും അമ്പലത്തിൽ തന്നെ. ഹരേ രാമ രാമ രാമ. അതേ അങ്ങയുടെ ഭാര്യ കിണറ്റിച്ചാടി ഹരേ രാമ ഹരേ, കിണറ്റില്ല, വടക്കേ കിണറ്റില്ല, ഹരേ രാമ. കിണറ്റിച്ചാടിയാലും വിരോധമൊന്നുമില്ല ഇവിടെ. അപ്പോൾ മനസ്സിലാവണില്ലേ പറയുന്നത്? അതാണ്, ഭജനം തുടങ്ങിയാൽ ഭരണവും ഇല്ല, ഭരണം തുടങ്ങിയാൽ ഭജനവും ഇല്ല. ഭരണം പോലും ഭജനം പോലെ കൊണ്ടു നടക്കേണ്ടതാണെന്നുള്ള വിവരവും ഇല്ല. അർത്ഥം മനസ്സിലാവുണ്ടോ? പറയണതിൻ്റെയൊക്കെ മനസ്സിലാവുണ്ടായിരിക്കും. അർത്ഥം എന്താണെന്നറിയൂ? അതായത് അംബരീഷൻ ഭഗവാനെ നന്നായിട്ട് ഭജിച്ചു,
രാജ്യവും ഭരിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഭഗവാന് തോന്നി മഹാരാജാവ് മഹാകേമനാണേ, തൻ്റെ സുദർശനം എന്ന പേരായ ചക്രം ആർക്ക് കൊടുത്തു? രാജാവിൻ്റെ രക്ഷയ്ക്ക് കൊടുത്തു. അക്കാലത്ത് രാജാവ് ചിന്തിച്ചു, ഭഗവാൻ തന്നെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കുമ്പം എന്താ ഇപ്പം താൻ ഭഗവാന്റെ നേരെ ഒരു മഹിമ കാണിച്ചു കൂട്ടിയത്? രാജാവ് എന്ത് ചെയ്തു? ഭഗവാനോടുള്ള ഒരു വലിയ സ്നേഹം കാരണം ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു. ഏകാദശി എന്നൊക്കെ പറയില്ലേ, ഈ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പാരണ കഴിച്ച വിദ്വാൻമാർക്കൊക്കെ പാരണ കൊടുത്ത് സൽക്കരിച്ചിട്ട് വേണ്ടേ നമ്മൾ പാരണ കഴിക്കാൻ? അതിന് കാലഴിച്ചൂട്ടിനായിട്ട് കുറേ ബ്രാഹ്മണരെ കൊണ്ടുവന്നിരുത്തി. കാലഴിച്ചൂട്ടെന്നൊക്കെ കേട്ടില്ലേ? ചൂട്ടല്ല, കാലഴിച്ചൂട്ട എന്നൊക്കെ പറയില്ലേ, ഇവിടേക്ക് അങ്ങനെ തന്നെയല്ലേ ഭാഷ. അതെ, അപ്പൊ അതിനൊക്കെ ഉള്ള തയ്യാറെടുപ്പ് ധാരാളം ബ്രാഹ്മണരെയൊക്കെ വരുത്തി കാലഴിച്ച കൂട്ടിനൊക്കെ ആയിട്ട് പുറപ്പെടുമ്പോഴാണ് എന്തുണ്ടായി? അപ്പോൾ അതാ വരുന്ന ഒരു വിദ്വാനായ ബ്രാഹ്മണൻ ദുർവാസാവ്. അദ്ദേഹത്തോടും പറഞ്ഞു, അങ്ങും വരൂ കാലഴിച്ചൂട്ടനെ പറഞ്ഞപ്പോൾ ദുർവാസാവ് പറഞ്ഞു, എനിക്ക് കാലഴുകിയാൽ പോരാ, സോപ്പ് വെച്ച് കുളിക്കണം എന്നും പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് സോപ്പും തോർത്തും മുണ്ടും കൊടുത്ത് കുളത്തേക്ക് പറഞ്ഞയച്ചു. എന്നാൽ കുളി കഴിഞ്ഞൊന്നും വേഗം വരെ അദ്ദേഹം വന്നില്ല. അദ്ദേഹം എത്ര നേരമായി പോയിട്ട് ഇപ്പം പാരണ കഴിക്കേണ്ട നേരം ഇവിടെ താമസമാവണു. താമസമായാൽ വ്രതം പോയി. ഇനിയിപ്പോൾ ഇദ്ദേഹം വരണേൻ്റെ മുമ്പ് പാരണ കഴിച്ചാലോ? അദ്ദേഹം ദേഷ്യക്കാരനാണ്, അതും കഷ്ടം തന്നെ. എന്താ വേണ്ടു നിശ്ചല്യേണ്ടി? എന്നാൽ രാജാവ് ഇഷ്ടം പോലെ തന്നെ ഇഷ്ടം പോലെ ഒന്നും ചെയ്തില്ല. കൊട്ടാരത്തിൽ വിദ്വാൻമാരായ മഹർഷിമാർ വേറെ ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് പോയിട്ടൊരു ലീഗൽ അഡ്വൈസ്, നമ്മൾ നിയമോപദേശം തേടില്ലേ, അവ ചെന്ന് ചോദിച്ചു, മഹർഷിമാരോട് ചോദിച്ചു എന്താ വേണ്ടു? അപ്പം മഹർഷിമാരെ വിദ്വാൻമാരെ അറിവുള്ളവർ പറഞ്ഞു, രാജാവേ അങ്ങ് ഒരു കാര്യം ചെയ്തോളൂ, കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിച്ചോളൂ, പച്ചവെള്ളം അങ്ങോട്ട് കുടിച്ചോളൂ. പാരണ കഴിച്ചു എന്നുമായി, വെള്ളം ആഹാരമല്ലല്ലോ, അതുകൊണ്ട് ആഹാരം കഴിച്ചു എന്നും ഇല്ല എന്നും പറഞ്ഞു. അങ്ങനെ മഹർഷിമാർ പറഞ്ഞു കൊടുത്ത വിദ്യയാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല കേട്ടോ. എന്താണ്? സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തതല്ല. മഹർഷിമാർ പറഞ്ഞത് കരുതി ഒരു കവിള് വെള്ളം കുടിച്ച് ചുണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് തുടയ്ക്കുമ്പം അതാ വരുന്നു ആര്? ദുർവാസാവ്. മുണ്ടും നേരെ എടുത്തിട്ടില്ല, മുടിയും നേരെ കെട്ടിയിട്ടില്ല. ധൃതിയിൽ വരികയാണേ. ഓടി ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ഹേ ദുഷ്ട, നിന്റെ എച്ചിൽ ഉണ്ണാനാണോ എന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചത്. ഇനി ഉണ്ടതിൻ്റെ ബാക്കി. അങ്ങോട്ട് മുഷിഞ്ഞ മഹർഷി തൻ്റെ ജട നിലത്തൊരടി അങ്ങോട്ട് കൊടുത്തു. അടിച്ചടിക്കുന്ന ഒരു രാക്ഷസി പൊന്തി വന്നു. ആ രാക്ഷസിയുടെ പേരാണ് കൃത്യ. കൃത്യ എന്ന് പറഞ്ഞ രാക്ഷസി ആരുടെ നേരെ ചെന്നു? അംബരീഷന്റെ നേരെ ചെന്നു. അംബരീഷന്റെ നേരെ ഈ രാക്ഷസി വന്ന സമയത്ത് അംബരീഷൻ ഓടാനൊന്നും നിന്നില്ല. തൻ്റെ മരണം ഇങ്ങനെയാണ് ഉണ്ടാവണം എന്ന് ഭഗവാൻ കണക്കാക്കിച്ചാൽ അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്. അദ്ദേഹം തൊഴുത് അങ്ങനെ നിന്നു. ഈ കൃത്യ അംബരീഷന്റെ നേരെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പം സുദർശന ചക്രം ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്നു. ഈ സുദർശനം കൃത്യയുടെ നേരെ അങ്ങോട്ട് ചെന്നു. കൃത്യം ഭസ്മായിപ്പോയി. ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും വക്കിന് പോലെ ഒരു കേടില്ലാണ്ട് ഭസ്മായിപ്പോയി. കൃത്യ ഭസ്മാക്കിയിട്ട് ചക്രം ദുർവാസാവിൻ്റെ നേരെ അങ്ങോട്ട് തിരിഞ്ഞു. ദുർവാസാവാണെങ്കിൽ മുണ്ടും നേരെ ഉടുത്തിട്ടില്ല, മുടിയും നേരെ കെട്ടിയിട്ടില്ല. അപ്പോൾ ദുർവാസാവിന് തോന്നി, മുണ്ടും മുടിയൊക്കെ പിന്നെ തടി ഉണ്ടെങ്കിലല്ലേ വേണ്ടു. തടിയില്ലെങ്കിൽ മുണ്ട എവിടെ ഉടുക്കും? മാവിൻ്റെ കൊമ്പത്ത് ഉടുക്കാൻ പറ്റുമോ? മുടി ഇപ്പം തെങ്ങിൻ്റെ മണ്ടയിൽ കെട്ടി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് മുടിയും മുണ്ടും ഒക്കെ പിന്നെ നോക്കാം, തടിയുടെ കാര്യം ആദ്യം ആവട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പറക്കല്. നമ്മൾ ഈ ജീവനും കൊണ്ട് ഓടുക എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാവില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഉണ്ടാവും. ഈ ജീവനും കൊണ്ട് ഓടുക എന്ന് കേട്ടില്ല. ആദ്യം ഓട്ടോ ഓടിയാൽ നമ്മൾ ജയിക്കണ മാതിരി വേറെ ആരെയും ജയിക്കാൻ പറ്റും. കാരണവരുടെ വഴി കൂടി വരുമ്പോഴേ കാലിൻ്റെ മുട്ട് വേദനിക്കണോ, കാൽപ്പത്തി വേദനിക്കണോ, ഊര വേദനിക്കണോ, കാലിൻ്റെ തുട വേദനിക്കണോ, അവിടെ സർവത്ര വേദന ഇല്ലാത്ത സ്ഥലമാണ് പറയാൻ നല്ലത്. അങ്ങനെ വയ്യാണ്ട വരികയാണ്. അപ്പോഴാണ് തെക്കേല മുട്ടമ്മയുടെ നായ കെട്ടഴിഞ്ഞ് ഇടവഴി കൂടി വരുന്നത്. കാർന്നോരെ പിന്നെ ആരും കണ്ടെത്തി പറഞ്ഞൊരു കാറ്റേ കേട്ടിട്ടുള്ളൂ. കാർന്നോര് പൂമുഖത്തെത്തി. അപ്പൊ കാർന്നോരെ എങ്ങനെയാ ഇവിടെ എത്തിയത്? നായ പോലും ഞെട്ടിപ്പോയി. ഇങ്ങനെയുണ്ട് പറക്കലെന്ന് കണ്ടു. ഇതാണ് ജീവനും കൊണ്ട് ഓടുക. അപ്പൊ നമുക്ക് മുട്ടാലൊന്നും വേണമെന്നില്ല ജീവനും കൊണ്ടോടാൻ. നമ്മളല്ലാണ്ട് തന്നെ ഓടും. താൻ മനസ്സിലാവണില്ലേ? വിദ്യ ഋഷി ഓടി മഹർഷി എവിടെ ചെന്നു? ബ്രഹ്മലോകത്ത് ചെന്നു. ബ്രഹ്മദേവ രക്ഷിക്കണേ പറഞ്ഞു. ബ്രഹ്മദേവൻ പറഞ്ഞു, ഇവിടെ നിന്ന് തിരിയണ്ട, എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല, ഞങ്ങളൊന്നും ഭഗവാന്റെ മുമ്പിൽ പോണവരല്ല, ഭഗവാന്റെ ദാസന്മാരാണേ, അതുകൊണ്ട് വേണമെങ്കിൽ കൈലാസത്തിലൊന്ന് ചെന്നോളൂ, ചിലപ്പോൾ നിവൃത്തി ഉണ്ടാവും. ഓടി കൈലാസത്തിൽ ചെന്നു. ഭഗവാനേ പരമേശ്വര, ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ പിന്നാക്കം പറഞ്ഞത് ശരിയല്ലേ, ഭഗവാന്റെ ചക്രാണ്. ഭഗവാന്റെ ചക്ര അനാവശ്യമായിട്ട് ഒരാളുടെ പിമ്പിൽ പോയതായിട്ട് കേട്ടിട്ടില്ല. അങ്ങയുടെ പിമ്പിൽ എന്തിനേ വന്നു എന്ന് ഞാൻ ചോദിക്കണമില്ല എന്നും പറഞ്ഞു. ഈ കൂട്ടിമുട്ടാത്ത ജാതി വർത്തമാനേ. പിന്നെ ഒരു കാര്യം, ഞങ്ങളൊക്കെ ഭഗവാന്റെ കൂടെ എങ്ങനെ നിൽക്കണു ശാലും ഭഗവാന്റെ സമ്പ്രദായത്തിൽ അത് നമ്മളെ ഇടപെടില്ല, അത് ഡിപ്പാർട്ട്മെന്റ് വേറെ എന്ന്.
നമ്മളെ വേറെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടിയൊക്കെ കടലാസിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടിയൊക്കെ അല്ലേ ഒപ്പിട്ട് കൊടുക്കണത്. അത് വേറെ ഡിപ്പാർട്ട്മെന്റ്. അങ്ങ് ഒരു കാര്യം ചെയ്യൂ, അങ്ങ് വൈകുണ്ഠത്തിൽ ചെന്നോളൂ, ഭഗവാനെ കണ്ടാൽ നേരെയാവുമെന്നും പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി വൈകുണ്ഠത്തിലേക്ക് ഓടിയും കിട്ടി ചെന്നു. വൈകുണ്ഠത്തിൽ ചെന്നു ഭഗവാന്റെ കാലിക്ക് ചക്രം രക്ഷിക്കണേന്ന് പറഞ്ഞ കാൽക്കൽ വീണി. കാൽക്കൽ വീണ സമയത്ത് ഭഗവാൻ, മഹാവിഷ്ണു ഭഗവാൻ അവിടെ ഇരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, ഭഗവാന് വേണമെങ്കിൽ പിൻവലിക്കാനേ ഉള്ളൂ. എന്ത് ചക്രം? ഭഗവാൻ പിൻവലിച്ചില്ല. എന്താ കാരണം? ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ. അങ്ങനെ കേട്ടിട്ടില്ലേ? എന്താ അർത്ഥം? കടിച്ച, അതായത് ഒരു പ്രതികാരം കൂടി ഉണ്ട് അതിൽ, ഒരു പഠിപ്പിക്കലുണ്ട് അതിൽ. കടിച്ച പാമ്പിനെ കൊണ്ട് പറഞ്ഞ അർത്ഥം അങ്ങനെ തന്നെ വേണത്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അതാണ് എൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് പറഞ്ഞു അംബരീഷനോട്, അദ്ദേഹത്തോട് പറഞ്ഞു, മഹർഷിയോട് പറഞ്ഞു, മഹർഷീശ്വര, ഇപ്പം എൻ്റെ ഇപ്പം അങ്ങ് ഇവിടെ വന്നതൊക്കെ ശരി, കാര്യമൊക്കെ ശരി തന്നെയാണ്. പണ്ടൊക്കെ അച്ചപ്പയ്ക്ക് ചക്രം പിൻവലിക്കാറുന്നു. ഇപ്പം എന്താ വെച്ചാൽ ഞാൻ ആ ചക്രം അംബരീഷന് വിറ്റു എന്നാ, അതൊക്കെ അംബരീഷന് കൊടുത്തു. ഇപ്പം എൻ്റെ കയ്യിലില്ല. വെറുതെ പറഞ്ഞതാണ്. ഒരു കാര്യം ചെയ്യോ, അങ്ങൊരു കാര്യം ചെയ്തോളൂ, അങ്ങ് പോയിട്ടേ അംബരീഷനെ ഒന്ന് കണ്ട് നല്ലോണം ഒന്ന് തൊഴുതോളൂ. അംബരീഷന് ഇഷ്ടമായാൽ ചക്രം അടങ്ങിക്കോളും, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് തിരുനെല്ലിയോ തിരുനാവായോ വെച്ച് കാണാമെന്നും പറഞ്ഞു. അത് മനസ്സിലായില്ല. കുറച്ച് വടക്കോട്ട് പോകുന്നവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. തിരുനെല്ലി തിരുനാവായി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്താർത്ഥം? പൊടി അങ്ങോട്ടാണല്ലോ കൊണ്ടുപോവുക. എന്ത് പൊടി? പുട്ടിന്റെ പൊടിയില്ല, ഭസ്മം. അപ്പൊ ഇവിടേക്കൊക്കെ ഇഷ്ടണ്ടല്ലേ? ഈ വടക്കോട്ടൊക്കെ പ്രധാനമായിട്ട് ഈ പിണ്ടം ക്രിയയും ഈ ചിതാഭസ്മത്തിന്റെ ക്രിയകളൊക്കെ അവിടെയൊക്കെയാണ് പതിവ്. തിരുനെല്ലിയും പതിവുണ്ട്, തിരുനാവായിയൊക്കെ പതിവുണ്ട്. ഗുരുവായൂരൊന്നും പതിവില്ല. അതുകൊണ്ടാണ് ഗുരുവായൂരിന്റെ പേര് തിരുനെല്ലി. അർത്ഥം എന്താ? ഇല്ലെങ്കിൽ ഭസ്മാവും തന്നെ. അത് കേട്ടപ്പോഴേക്ക് മഹർഷി വല്ലാണ്ട വിഷമിച്ചു. മഹർഷി ഭഗവാനെ തൊഴുത് അവിടുന്ന് ഓടി അംബരീഷന്റെ മുമ്പിൽ വന്നു. അംബരീഷ മഹാരാജാവിന്റെ കാൽക്കൽ വീണ് തൊഴുതു. അംബരീഷ മഹാരാജാവ് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, സുദർശന ചക്രല്ലേ, സുദർശന നമസ്തുഭ്യം സഹസ്രാര അച്യുത പ്രിയ സർവാസ്ത്രഘാതിൻ വിപ്രായ സ്വസ്തി ഭൂയാ ഇടസ്പതേ. സുദർശന ചക്രത്തിനെ കണ്ട് തൊഴുതു. സുദർശനം അടങ്ങി. അപ്പൊ നമ്മുടെ ദുർവാസാവ് മഹർഷി മുണ്ടൊന്നെടുത്തു, മുടിയൊന്ന് കെട്ടി. പകുതി ആശ്വാസമായി. ഇത് രണ്ടൊന്നും ഒതുങ്ങിയാൽ തന്നെ ഒരു ആശ്വാസ. ഏത് രണ്ടും? മുണ്ടൊക്കെ നേരെ എടുത്തു കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ചാൽ നമുക്ക് പിന്നീട് ഇതൊക്കെ പറന്നു കിടന്ന ഒരു കഥയില്ല. ഒരാശ്വാസം ചോദിച്ചു. അംബരീഷനോട് ചോദിച്ചു, എന്നാ മഹാരാജാവേ മറ്റേതങ്ങട്ട് ഉണ്ടാലോ? ഏതാലോ എന്ന്? മറ്റേതേ പണ്ട് ശരിയല്ലേ? ഇത് ദുർവാസ ദുഃഖമാപന്ന പുരാ ഭക്തവിനിന്ദക. ദുർവാസാവിന് പോലും ദുഃഖിക്കേണ്ടതായിട്ട് വന്നു. പണ്ട് ഭക്തനായ അംബരീഷനെ ഈ വിധം നിന്ദിക്കുക കാരണത്താൽ. അതുകൊണ്ട് സജ്ജനങ്ങളെ, നമ്മൾ വലിയ ആളാണെന്നൊന്നും പറഞ്ഞിട്ട് ഭക്തന്മാരെയൊന്നും നിന്ദിക്കാൻ പോകരുത്. ഭക്തന്മാരെ നിന്ദിക്കാൻ പോകരുതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആരാ ഈ ഭക്തൻ? ആരാണ് ഭക്തി ഇല്ലാത്തവൻ? അറിയോ? നമുക്കറിയില്ല. അതുകൊണ്ട് ആരെയും നിന്ദിക്കാൻ പോകണ്ടെന്നാ പറഞ്ഞത്. അംബരീഷന്റെ കഥ, ഈ അംബരീഷന്റെ കഥ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഈ വംശത്തില് നമ്മുടെ ഈ മനു മഹാരാജാവിനൊരു പുത്രൻ ഉണ്ടായി. ആ പുത്രന്റെ പേരാണ് ഇക്ഷ്വാകു എന്ന് പറയും. ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ യുവനാശൻ എന്ന് പറഞ്ഞിട്ട് രാജാവ് ഉണ്ടായി. ഈ യുവനാശൻ എന്താ പ്രത്യേകത ഉണ്ടായിച്ചാൽ, യുവനാശ മഹാരാജാവ് അങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായില്ല. അപ്പൊ പുത്രന്മാരില്ലാണ്ട വന്നപ്പോൾ മഹാരാജാവ് എന്ത് ചെയ്തു? പുത്രൻ ഉണ്ടാവാനായിട്ട് ഒരു യാഗം കഴിക്കാനായിട്ട് പുറപ്പെട്ടു. യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യാഗശാലയിൽ രാജാവ് കഴിച്ചു കൂട്ടുമ്പം, ഈ മീനമാസത്തിലൊക്കെയാണ് യാഗങ്ങൾ പതിവ്. നല്ല ചൂടുള്ള കാലല്ലേ? അപ്പൊ യജ്ഞശാലയിൽ രാജാവ് ക്രിയക്കൊക്കെ ആയിട്ട് ഇങ്ങനെ യജമാനനാവുമ്പോൾ അതിന്റെ ചിട്ടയും ക്രിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കഴിച്ചു കൂട്ടുമ്പം ഒരു ദിവസം രാത്രി യജ്ഞശാലയിൽ ഇരിക്കുന്ന രാജാവിന് കലശലായ ദാഹം. രാത്രിയായപ്പോഴേ കൊട്ടാരത്തിലാവുമ്പോൾ ഇഷ്ടം പോലെ വെള്ളമൊക്കെ കുടിക്കാനുണ്ടാവും, യജ്ഞശാലയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ രാജാവ് ആ യജ്ഞശാലയിൽ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഒരു ദിക്കിൽ ഒരു കലശത്തിൽ കുറച്ച് വെള്ളം കണ്ടു. കലശം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒരു കലശപാത്രത്തിൽ വെള്ളം കണ്ടു. രാജാവ് ആ വെള്ളം എടുത്ത് കുടിച്ചു. കലശം കമഴ്ത്തി വെച്ചു. നീ ശുദ്ധം മാറണ്ട, മലർത്തി വെച്ചിട്ട് രാവിലെ വന്ന് തൊട്ടു. ശുദ്ധം മാറിയെന്ന് വേണ്ട, കമഴ്ത്തി വെച്ചു. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ പാത്രങ്ങളൊക്കെ കമഴ്ത്തി വെച്ച് തലേനാളത്തെ പാത്രത്തിലെ വെള്ളം തൊട്ടു. നീ ശുദ്ധം മാറി. രണ്ടാമത് കുളിക്കലൊക്കെ വലിയ വിഷമാണ്. പാത്രം കമഴ്ത്തി വെച്ചു. രാജാവ് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ മഹർഷിമാര് വന്ന് ഈ പാത്രത്തിൽ നോക്കുമ്പോൾ പാത്രം കമഴ്ത്തി വെച്ചിരിക്കണോ? നോക്കി മഹർഷിമാര് ചോദിച്ചു, അയ്യോ ആരാ ഈ പാത്രത്തിലെ വെള്ളം കുടിച്ചതേ? അവരെന്ത് ചെയ്തു? മൂക്കത്ത് വിരൽ വെച്ചിട്ട് ചോദിച്ചു. അപ്പൊ രാജാവ് ചിരിച്ചും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, നോം ആണ് എന്നും പറഞ്ഞു. എന്ത് കുടിച്ചതേ? അപ്പം മഹർഷിമാര് ചിന്തിച്ചു, അയ്യോ പാത്രത്തിലെ വെള്ളം കുടിച്ചത് രാജാവാത്രേ. മഹർഷിമാരുടെ വിരല് മൂക്കത്തുനിന്ന് പോന്ന് മൂർധാവിലെത്തി. മഹർഷിമാര് പറഞ്ഞു, ഇനി എന്തൊക്കെ കാണണം ഭഗവാനേ എന്നും പറഞ്ഞു. രാജ്ഞിക്ക് ഗർഭം ഉണ്ടാവാൻ ജപിച്ചു വെച്ച വെള്ളമാണ് രാജാവ് മോന്തിയത്.
കണ്ട വെള്ളമൊന്നും എടുത്ത് കുടിക്കരുത് കേട്ടോ. പാത്രത്തിൽ വെള്ളം കണ്ട എടുത്തങ്ങോട്ട് മോന്തരുത്. എന്ത് വെള്ളമാണ്, നല്ലതാണോ ചീത്തയാണോ, ചായയാണോ കാപ്പിയാണോ, പാത്രം കഴുകിയതാണോ, കഴുകാത്ത പാത്രത്തിലെ വെള്ളമാണോ, ഇന്നലത്തെയാണോ നല്ലതോ ചീത്തയോ എന്നൊന്നും അറിയാതെ എടുത്തങ്ങോട്ട് മോന്തിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. രാജാവിൻ്റെ വയറതാ വലതുഭാഗം വീർത്ത് 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 വരണം. അങ്ങനെ ഈ രാജാവിൻ്റെ വയറിൻ്റെ വലതുഭാഗം പിളർന്ന ഒരു ശിശു പുറത്തേക്ക് വന്നു. ഈ ശിശു പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ലേ 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 എന്ന് പറഞ്ഞ് കരയണേ. മഹർഷിമാരെല്ലാവരും കൂടി ഇങ്ങനെ ചിന്തിച്ചു, കം ധാസ്യതി, ആര് പരിപാലിക്കുന്നതിനെ? കം ധാസ്യതി ചോദിച്ചാൽ എങ്ങനെ കഴിച്ചു കൂട്ടി ഈ ശിശു, എങ്ങനെ ജീവിക്കും, അമ്മയില്ലാണ്ടത് എങ്ങനെ ജീവിക്കും? അപ്പൊ ദേവേന്ദ്രൻ എന്നാ യജ്ഞശാലയിൽ വന്നിരിക്കേണ്ടായിരുന്നു. യജ്ഞശാലയിൽ യാഗത്തിന്റെ ഭാഗമായിട്ട് വന്ന ദേവേന്ദ്രൻ പെട്ടെന്ന് രാജാവ് പെറ്റു എന്ന് കേട്ടപ്പോ ഒന്ന് അതുവരെ പോയിന്താ. അപ്പൊ അവിടെ ചെന്നപ്പോഴല്ലേ കം ധാസ്യതി എന്ന് മഹർഷിമാര് ചോദിക്കണേ. അപ്പൊ ദേവേന്ദ്രൻ എന്താ ചെയ്തു? ദേവേന്ദ്രനെ ചൂണ്ടുവരലില്ല, ഈ അമൃതൊക്കെ തോണ്ടണം ചൂണ്ടുവരല്. അമൃതൊക്കെ തോണ്ടുകൊണ്ട് കുറേശ്ശെ അമൃതിന്റെ അംശം ഓരോന്ന് തോണ്ടുമ്പോ വീട്ടിലെ മുറുക്കണവരൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ 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 വിരലുമ്പിലൊക്കെ ഉണ്ടാവേ. പിന്നെ ഇടയ്ക്ക് JCB മാന്തും പോലെ ഇങ്ങനെ മാന്തൂല, ഉള്ളിൽ വിരലിട്ടിട്ടേ ഒക്കെ ഉണ്ടാവും. ഇന്ദ്രന്റെ വിരലും അങ്ങനെ മോശാനെന്നല്ല പറഞ്ഞത്. ഈ അമൃതം ഇങ്ങനെ തോണ്ടി തോണ്ടി അമൃതംശമുള്ള വിരലാണല്ലോ. ഈ അമൃതംശമുള്ള ചൂണ്ടുവിരൽ കൊണ്ടുപോയിട്ട് കം ധാസ്യതി എന്ന് ചോദിച്ച് വേവലാതിപ്പെട്ട് നിൽക്കണ മഹർഷിമാരുടെ മുമ്പിൽ ചെന്ന് ആ മലർന്ന് കിടന്ന് കരയണ ഉണ്ണിയുടെ വായയിലേക്ക് ഈ ചൂണ്ടുവിരൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മാം ധാത എന്ന് പറഞ്ഞു, ഞാനായിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദേവേന്ദ്രൻ മാം ധാത എന്ന് പറഞ്ഞ പണ്ടായ ഉണ്ണി ആയതുകൊണ്ട് ആ ഉണ്ണിക്ക് മാന്ധാത എന്ന് പേര്. മാന്ധാതാവ്, ഇങ്ങനെയാണ് മാന്ധാതാവ് മഹാരാജാവ് ഉണ്ടായത്. മാന്ധാതാവ് പിന്നീട് മഹാരാജാവായി. ഈ മാന്ധാതാവിന് മുച്ചുകുന്ദൻ, പുരുകുൽസൻ തുടങ്ങി പുത്രന്മാരൊക്കെ ഉണ്ടായി. മാത്രമല്ല 50 പെൺകുട്ടികളും ഉണ്ടായി. അങ്ങനെ 50 പെൺകുട്ടികളൊക്കെ ആയിട്ട് രാജാവ് കഴിച്ചു കൂടുന്ന കാലത്ത് അന്ന് ആ നാട്ടില് യമുന നദിയുടെ അടിയിൽ സൗഭരി എന്ന പേരായിട്ടൊരു മഹർഷി തപസ് ചെയ്യുന്നുണ്ട്. ഈ മഹർഷി കുറെ കാലമായിട്ട് തപസ് ചെയ്ത് വൃദ്ധനായിട്ട് അങ്ങനെ കുറെ പ്രായമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം തപസ്സൊക്കെ കഴിഞ്ഞ് മഹർഷി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് കാഴ്ച കണ്ടു? മത്സ്യരാജാവും ഭാര്യയും കൂടി ഇങ്ങനെ പോവുക. നല്ല വസ്ത്രങ്ങളൊക്കെ അണിച്ച്, രാജാവാണെങ്കിൽ നല്ല നീല ജീൻസും വെള്ളയമ്പിൽ വര ടീഷർട്ടും ഒക്കെ ഇട്ട് നല്ല തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മറ്റേ സെന്റൊക്കെ പൂശി, രാജ്ഞി വെച്ചാൽ പെണ്ണുങ്ങളുടെ കുപ്പായത്തിന്റെ പേര് നമുക്ക് അറിയില്ല, അതുകൊണ്ട് ആചാര്യമൊക്കെ ഇട്ട് കേമായിട്ട് ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറിയാ, അതിന് പോവുക രണ്ടാൾ. ഈ മഹർഷി ഇങ്ങനെ നോക്കി, എന്തേത് നല്ല കാലത്ത് വേളി കഴിച്ചായിരുന്നു, പക്ഷെ അപ്പൊ തനിക്കും ഇങ്ങനെയൊക്കെ ആനിവേഴ്സറി. ആര് ചിന്തിച്ചു? സൗഭരി മഹർഷിയെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഇനിയിപ്പോ ഈ വയസ്സ് കാലത്ത് ആരുണ്ട് തനിക്ക് ഇങ്ങനെ പെൺകുട്ടികളെ തരാൻ? അല്ല, 1, 2 ഒന്നും ഉള്ള ദിക്ക് ചെന്ന് ചോദിച്ചാൽ തരില്ല എന്നേ ഉള്ളൂ. കുറെ അധികം ഉള്ള ദിക്ക് പോയാൽ ഒന്നിനെയൊക്കെ കിട്ടും. അപ്പൊ നോക്കി, ആർക്കാപ്പ കുറെ അധികം ഉള്ളത്? നോക്കണേ, ഓരോന്ന് കാണുമ്പോൾ ഉണ്ടാവണ ഓരോ ചിന്തകളെ. ഇതൊക്കെ ലോകത്തിന്റെ കഥയായിട്ടോ പറയുന്നത്, സൗഭരിയുടെ കഥയൊന്നുമല്ല. കഥ കേട്ടിട്ട് കുറച്ച് ലേശം കഥ മനസ്സിലാക്കാണ്ടേ. അപ്പൊ അങ്ങനെ എന്താ ചെയ്തു വെച്ചാൽ മഹർഷി ചിന്തിച്ചപ്പോ രാജാവിന് അന്ന് 50 പെൺകുട്ടികളാണല്ലോ. അപ്പൊ രാജാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കും, ഒന്നിനെ തരാണ്ടിരിക്കില്ല. രാജാവിനോട് ചോദിച്ചു, മാന്ധാതാവ് മഹാരാജാവേ, അങ്ങയുടെ കുട്ടികളെ ആരെങ്കിലും ഒരാൾ എനിക്ക് വെളി അഴിച്ചു തരുമോ ചോദിച്ചു. രാജാവിന് അറിയാം ഈ മഹർഷി വയസ്സനായിട്ട് ഇങ്ങനെ ഒരു ഭംഗിയൊന്നുമില്ല കാണാനേ, അയാളുടെ കൂടെ എന്തായാലും പെൺകുട്ടികളൊന്നും പോവില്ല. തരാന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പോവാണ്ടിരുന്നാൽ അതും മോശമല്ലേ, കഷ്ടമല്ലേ. ഇനിയിപ്പോൾ തരില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുഷിയും ചെയ്യും. രാജാവ് ഒരു ബുദ്ധി പ്രയോഗിച്ചു. എന്താ പ്രയോഗിച്ചതെന്നറിയോ? മഹർഷേ, അങ്ങൊരു കാര്യം ചെയ്യും, അങ്ങ് അന്തഃപുരത്തേക്ക് നേരിട്ട് ചെന്നോളൂ. ആർക്കൊക്കെയാണോ അങ്ങേ ഇഷ്ടമാവണത് അവരൊക്കെ അങ്ങേ കല്യാണം കഴിച്ചോട്ടെ എന്നും പറഞ്ഞു. അതെന്തിനാണെന്നറിയോ? ആർക്കും ഇഷ്ടാവില്ല, ആരും കല്യാണം കഴിക്കൂല്ല. അപ്പൊ മഹർഷി വന്ന് പരാതി ആരോട് പറയും? രാജാവിനോട് പറയും. അപ്പൊ രാജാവിന് എന്ത് ചെയ്യും? എന്താ ഇപ്പം ചെയ്യുക മഹർഷി? ഈശ്വര, അപ്പോഴത്തെ കുട്ടികളല്ലേ, കോളേജ് പഠിപ്പിൻ്റെ ഒരു കേമത്തരെ അടക്കയാവുമ്പോൾ മടിയിൽ വെക്കാം. മറ്റേതായാൽ മറ്റേത് മരമായ പിന്നെ മടിയിലിരിക്കില്ലല്ലോ, എന്താ ഇപ്പം ചെയ്യാന്നൊക്കെ ചോദിച്ച് കൈ ഇങ്ങനെയാക്കിയാൽ രാജാവിൻ്റെ തലയിൽ നിന്ന് പോവുകയും ചെയ്തു. കുട്ടികളുടെ തലയിൽ വരൂല്ല, കോളേജിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് അന്തല്ലാത്ത കുട്ടികളല്ലേ. അപ്പം അങ്ങനെ ഒരു ഒഴുക്കം മറ്റിൽ കാര്യം നേരെയാക്കാനാണ് രാജാവ് ബുദ്ധി പ്രയോഗിച്ചത്. രാജാവ് പറഞ്ഞ് അന്തഃപുരത്തേക്ക് ചെന്നോളൂ. മഹർഷി ഭാവം അത് വിചാരിച്ച അന്തഃപുരത്തേക്ക് അങ്ങോട്ട് ചെന്നു. അന്തഃപുരത്തേക്ക് ചെന്നപ്പം പെൺകുട്ടികൾ ചോദിച്ചു, ആരാ എന്താ ചോദിച്ചു മഹർഷിയോടെ. അപ്പം മഹർഷി പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ കല്യാണം കഴിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പം പെൺകുട്ടികൾ പറഞ്ഞു, നോക്കണേ, വയസ്സിൻ്റെ ഒരു മോഹം, 4 കാലമായപ്പം കല്യാണം കഴിക്കാൻ വന്നിരിക്കുക. അദ്ദേഹത്തെ കല്യാണം കഴിക്കണേക്കാൾ ഭേദ വടക്കേ പറമ്പിലെ പൊട്ടക്കിണറാണെന്ന് പറഞ്ഞു അവരെല്ലാവരും കൂടി ഓടി. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, പോലീസിനെ കണ്ടോ പ്രകടനക്കാരെ മതിൽ ചാടി ഓടിയെന്ന്? അതേ ജാതി വേഗത്തിൽ ഓട്ടി രക്ഷപ്പെട്ടു ആര്? പെൺകുട്ടികൾ. അപ്പൊ മഹർഷിക്ക് മനസ്സിലായി ഇത് അപമാനിച്ചതാ.
ഒരു അപമാനമല്ലേ ഇത്? മഹർഷി തിരിച്ചു വന്നു. മഹർഷി തിരിച്ചു വന്നിട്ട് തൻ്റെ ഈ സ്വരൂപം അങ്ങോട്ട് മാറ്റി. അദ്ദേഹം യോഗസിദ്ധിയൊക്കെ ഉള്ള ആളാണല്ലോ. ഒരു സുന്ദരമായ ഒരു വേഷം കണ്ട് സുമുഖനായി സുന്ദരനായി യുവാവായിട്ട് മഹർഷി അന്തഃപുരത്തേക്ക് അങ്ങോട്ട് ചെന്നു. അന്തഃപുരത്തേക്ക് ഈ സുന്ദര സ്വരൂപനായിട്ട് മഹർഷി ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് അങ്ങോട്ട് ഓടിയ പെൺകുട്ടികളെല്ലാവരും കൂടി അതാ ഇങ്ങോട്ടോ ഓടുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ, ഈ പോലീസ് ബാരിക്കേഡ് തകർത്തു, കലക്ടറെ പ്രകടനക്കാർ ബന്ദിയാക്കി എന്നൊക്കെ വായിച്ചിട്ടില്ലേ പത്രത്തില്? അതേ ജാതി ശക്തി, നീയല്ല ഞാനാണ്, നീയല്ല ഞാനാണ്, അങ്ങോട്ടും ഒന്നും തള്ളുകയായിട്ട് ഒട്ടേ വന്ന് 50 പെൺകുട്ടികളും ആരുടെ കഴുത്തിൽ മാലയിട്ടു? ഈ മഹർഷിയുടെ കഴുത്തിൽ 50 മാലയാ വീണത്. ഒരു മാല വീണോന്റെ കാര്യം തന്നെ പിന്നില്ലേ, 50 മാല വീണ കാര്യമില്ലേ? 50 പേരുടെ ഭർത്താവായിട്ട് ആര് കഴിച്ചു? ഈ സൗഭരി മഹർഷി. കുറേ കാലം കഴിഞ്ഞു, സന്താനങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ സന്താനങ്ങളൊക്കെ ഉണ്ടായി കുറേ കാലം കഴിഞ്ഞിരിക്കണ കാലത്ത് ഈ മഹർഷി ഇങ്ങനെ ചിന്തിച്ചു, എന്തേ ഇപ്പം ഉണ്ടായത്? നോക്കൂ, കഷ്ടം. താനാണെങ്കിൽ ഇപ്പോൾ ഉണ്ടിരിക്കുമ്പം വിളി തോന്നി. അങ്ങനെ പറയാറില്ലേ ഇവിടേക്ക്? ഉണ്ടിരിക്കുമ്പോൾ വിളി തോന്നിയെന്ന്. അടുക്കളയിലിരുന്ന് ഊണഴിക്കാറുന്നേ. ഊണഴിച്ചിരിക്കണ സമയത്താണ് എന്തുണ്ടായത്? പടിപ്പരേന്ന് ആരോ വിളിക്കണോന്നൊരു സംശയം. ഊണ അവിടെ ഇട്ട് പടിപ്പരയിൽ ചെന്ന് നോക്കിയതാ. പടിപ്പരയിൽ ആരും വിളിച്ചിട്ടും ഇല്ല. തിരിച്ചു വന്നപ്പോഴേക്ക് ഭാര്യ കിണ്ണം കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുപോയി കമഴ്ത്തി കഴുകും ചെയ്തു. ഊണും പോയി, പടിപ്പരേന്ന് വിളിച്ചതും ഇല്ല. അപ്പൊ ഈ ഉണ്ടിരിക്കുമ്പോൾ വിളി തോന്നി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതും ഇല്ല ഇതും ഇല്ലാണ്ടേ. നോക്കൂ, തപസ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ മത്സ്യങ്ങളുടെ ഓരോന്ന് കണ്ട് അതിന് പുറപ്പെട്ടത്. ഇപ്പം തപസ് ചെയ്ത് കൂട്ടിയത് അതും ഇല്ല, ഇവിടെ വന്നപ്പം ഇവിടെയും ഇല്ല. ഒരു കഥയില്ലായ കഷ്ടം. മഹർഷി എന്നിട്ട് പറയും ചെയ്തു, അയ്യോ നോക്കണേ എൻ്റെ ഒരു കഥയില്ലായ. അഹോ ഇമം പശ്യതമേ വിനാശം തപസ്വിന സച്ചരിതവ്രതസ്യ അന്തർജലേ വാരിചര പ്രസംഗാൽ പ്രത്യാവിതം ബ്രഹ്മചിരം ധൃതം യൽ. ഈ മത്സ്യങ്ങളുടെ ഒരു കൂട്ടം കണ്ടിട്ട് എത്രയോ കാലം ഞാൻ ബുദ്ധിമുട്ടി നേടി വെച്ച തപസ്സൊക്കെ വെറുതെ കളഞ്ഞില്ലേ? ഓരോ വേണ്ടാവൃത്തിക്ക് പുറപ്പെടുകയാണേ. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാ? ഓരോന്ന് കണ്ട് ഓരോന്നിന് പുറപ്പെടും. അപ്പുറത്തെ വീട്ടിൽ ഉള്ളത് പൊളിച്ച് മാളിക പണിതേനാണ് നമ്മളെ 4 എട്ടൊക്കെ പൊളിച്ച് നമ്മൾ പണിതത്. എന്തിൻ്റെ കാര്യത്തിന്? അപ്പുറത്തെ കാറ് വാങ്ങിയതിനാണ് നമ്മൾ അപ്പുറത്തെ പറമ്പ് വിറ്റ് ബാക്കിക്ക് ലോൺ എടുത്തിട്ട് ഇപ്പം എന്ത് വാങ്ങിയത്? കാറ് വാങ്ങിയത്. കാറിൽ പോകാൻ ആരും ഇല്ലേ? ഇനി ഇത് മുറ്റത്ത് കിടന്ന് തുരുമ്പും പിടിക്കണോ? ബാങ്കുകാരാച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോഹ്യം പറയാൻ വരുന്നുണ്ട്. എന്ത് കാര്യത്തിന്? സ്വൈരായിട്ട് നടക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ മുണ്ടും മുക്കണ യന്ത്രം വാങ്ങിയതിനാണ്, ഇവിടെ വാങ്ങിയില്ലെങ്കിൽ മോശമല്ലേ എന്നും പറഞ്ഞ് മുക്കണ കല്ല് അപ്പുറത്തെ മതിലുമിക്ക് തള്ളി വീഴ്ത്തിയിട്ട് നമ്മളും യന്ത്രം ലോൺ എടുത്ത് വാങ്ങി. ഇതിലിട്ട് മുക്കി തിരുമ്പോൾ മുണ്ടൊന്നും നമുക്കില്ല. നമുക്കാകെ ഒരു തോർത്തുമുണ്ടേ ഉള്ളൂ. അതാ നമ്മൾ രാവിലെ അമ്പലത്തേക്ക് ചുറ്റിനെ ആ തോർത്തുമുണ്ട് യന്ത്രത്തിലിട്ട് തിരിക്കാനൊന്നും ഇല്ല. ഇനിയിപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്നാലേ ഇപ്പോഴത്തേക്ക് തിരിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. എന്ത് കാര്യത്തിന്? പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? അവനോന് വേണ്ടെങ്കിലും അന്യന്മാര് കാണിച്ചു കൂട്ടണ കോപ്രായങ്ങൾ കണ്ട് അനുകരിച്ച് അതിൽ ഭ്രമിച്ച് കഥയില്ലാണ്ടായി നശിച്ചു പോണ നമ്മുടെ നാടിൻ്റെ കഥയാണ്. ആരുടെ കഥ? സൗഭരിയുടെ കഥ. ശരിയല്ലേ ഇത്? എന്നിട്ട് സൗഭരി പറയുകയും ചെയ്തു, സംഘം ത്യജേത മിഥുനവ്രതിനാം മുമുക്ഷു. അതുകൊണ്ട് നമ്മളെ കുറച്ചൊരു നല്ല വിചാരത്തിൽ പുറപ്പെടുന്നവരൊന്നും ഈ ജാതി ആസക്തന്മാരുടെ കൂടെ കൂടരുത്. അവരുടെ കൂടെ കൂടി അതായിരിക്കും വിചാരം. ഈശ്വര വിചാരമുള്ളവരുടെ കൂടെ കൂടിയാൽ ആ ജാതി വിചാരം ഉണ്ടാവും. അതുകൊണ്ട് നല്ല കൂട്ടത്ത് കൂടിക്കോളൂ എന്നും പറഞ്ഞു. അങ്ങനെ സൗഭരി മഹർഷിയുടെ കഥ പറഞ്ഞു കൊടുത്തു. ഈ വംശത്തിൽ ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ സത്യവ്രതൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായി. അദ്ദേഹത്തിന് ഒരേ ഒരു മോഹം, ഉടലോടെ സ്വർഗത്തേക്ക് പോകണം, ഉടലോടെ സ്വർഗത്തേക്ക് പോകണമെന്ന്. ഉടലോടെ സ്വർഗത്തേക്ക് പോകണമെന്ന് പറഞ്ഞ സമയത്ത് എന്തുണ്ടായി ചോദിച്ചപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഇദ്ദേഹം വസിഷ്ഠ മഹർഷിയാണല്ലോ ഗുരു. വസിഷ്ഠര് പറഞ്ഞു, ഉടലോടെ സ്വർഗത്തേക്ക് പോകാൻ പറ്റില്ല, ഈ ശരീരം ഇവിടേക്കുള്ളതാ, അവിടേക്ക് വേറെയാണ് ഉടല്. അപ്പൊ ഇദ്ദേഹം എനിക്ക് ഉടലോടെ പോകണം, എനിക്ക് ഉടലോടെ പിടിവാശി. ഇദ്ദേഹത്തിൻ്റെ ഈ ദുഷിച്ച പിടിവാശി കണ്ടപ്പം വസിഷ്ഠര് ശപിച്ചു, അങ്ങൊരു ചണ്ടാളനായിട്ട് പോട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ഇദ്ദേഹം ചണ്ടാളനായിട്ട് തീർന്നു സത്യവ്രതൻ. ചണ്ടാളനായപ്പം പേര് മാറി ത്രിശങ്കു എന്നായി. ത്രിശങ്കു ചണ്ടാളനായിട്ട് നേരെ എന്ത് ചെയ്തു? വിശ്വാമിത്ര മഹർഷിയുടെ അടുത്തേക്ക് ചെന്ന് എനിക്ക് ഉടലോടെ സ്വർഗത്തേക്ക് പോകണം എന്നും പറഞ്ഞു. അപ്പൊ വിശ്വാമിത്രനും വസിഷ്ഠരും കൂടി അത്ര നല്ലോണമല്ല. അപ്പൊ അതുകൊണ്ട് വസിഷ്ഠരുടെ കയ്യിൽ നിന്ന് പോകുന്ന സാധനം ആയതുകൊണ്ട് ഇവിടെ എന്തെടുത്തു? ഇവിടെ ഏറ്റുവാങ്ങി. എന്ത് ചെയ്തു? ഇതാ പലകേമ്പിൽ ഇരുന്നോളൂ, ഞാൻ കുത്തി മറിച്ച് പൊന്തിച്ച് അയച്ചോളാം എന്നും പറഞ്ഞു. അദ്ദേഹം പലകേമ്പിൽ അവിടെ ഇരുന്നു മന്ത്രം ജപിച്ചു. വിശ്വാമിത്രരെ അദ്ദേഹം പണ്ട് ASLV മിസൈൽ പോയ മാതിരി അങ്ങോട്ട് ചെന്നു. എവിടേക്ക്? മുകളിലേക്ക് ചെന്നു. ദേവലോകത്തിന്റെ വാതിക്കൽ മുട്ടിയപ്പം ദേവേന്ദ്രൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരുത്തനതാ പച്ചക്കര മുണ്ടും ബാഗും കൊടയൊക്കെ ആയിട്ട് വരുന്നു. ദേവേന്ദ്രന് ദേഷ്യം വന്നു. ദേവേന്ദ്രന് ചവിട്ട അങ്ങോട്ട് കൊടുത്തു. ഈ മുകളിലേക്ക് പോണതിനേക്കാളും വേഗത കീഴ്പ്പെട്ട് വരാനുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവോ?
എന്ത് പോവാ? മുകളിലേക്ക് പോവാ. നമ്മൾ മാവിന്റെ മുകളിലേക്ക് എത്ര ബുദ്ധിമുട്ടിയിട്ടാ കയറിയത്, എത്ര നേരം അള്ളി പിടിച്ചിട്ടാ കയറിയത്, ഇറങ്ങിയതോ? പിന്നെയല്ല, തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് നമ്മൾ നിലത്തുണ്ട്. ഇപ്പൊ മുകളിലേക്ക് പോണതിനേക്കാളും വേഗത എപ്പോഴും കീഴ്പ്പെട്ട് വരാനുണ്ടാവും, സംശയമില്ല. അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ട് പോയി അവന് ചവിട്ടി കീഴ്പ്പെട്ട് വന്നു. അപ്പൊ വിശ്വാമിത്രരുടെ വിഷയം ഇപ്പൊ എന്താ ഇപ്പൊ ഉണ്ടായേ ചോദിച്ചു. ഉണ്ടായത് ഇപ്പൊ എന്താന്ന് പറഞ്ഞേക്കാൾ ഭേദം പുറത്ത് നോക്കിയാൽ കാണാൻ കാലിന്റെ പത്തി എന്നും പറഞ്ഞു. ചവിട്ടിയായിട്ട് അങ്ങനെ വിട്ടിട്ട് പിന്നെയും വിശ്വാമിത്രർ അയക്കും, ദേവേന്ദ്രൻ ചവിട്ടും. അങ്ങനെ മുകളിലേക്ക് അയക്കുക, കീഴ്പ്പെട്ട് ചവിട്ടാൻ, മുകളിലേക്ക് അയക്കുക. കുറെ നേരം മുകളിലേക്കും കീഴ്പ്പെട്ടും പോയി വന്നു. ആര്? ത്രിശങ്കു. കുറെ നേരം പോയി വന്നപ്പോ ത്രിശങ്കു വിശ്വാമിത്രരോട് പറഞ്ഞു, വിശ്വാമിത്രരെ, എനിക്ക് ഇനി സ്വർഗത്തേക്കൊന്നും പോകണമെന്നില്ല, ഭാര്യയെ കൂട്ടി കോട്ടക്കലൊന്ന് പോയാൽ മതി എന്നും പറഞ്ഞു. എന്തിന്? അഞ്ചാതി ചവിട്ടാ കിട്ടിയതേ. അപ്പൊ ത്രിശങ്കുവിനോട് പറഞ്ഞു, അങ്ങനെ ഞാൻ എന്ത് ചെയ്യില്ല, അങ്ങനെ വിടില്ല, അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞു. ത്രിശങ്കു പറഞ്ഞു, ഇതെന്റെ ചവിട്ടിന്റെയും കൂടി പ്രശ്നമാണ്. ചവിട്ട അറക്ക ത്രിശങ്കുവിന്, അഭിമാനം അറക്ക വിശ്വാമിത്രർക്ക്. കണ്ടോന്റെ അഭിമാനത്തിന് ചവിട്ട് കൊള്ളാൻ പോകരുത് കേട്ടോ. ഇതാണ് കഥ. ഒടുക്കപ്പം എന്താ ഉണ്ടായത്? വിശ്വാമിത്രരുടെ അയക്കലും കീഴ്പ്പെട്ട് ചവിട്ടലും സമയപ്പം ഇപ്പം കീഴ്പ്പെട്ടും വരാണ്ടേയും ഉള്ളിലേക്ക് പോവാണ്ടേയും നിന്ന ദിക്കിൽ തിരിയാൻ തുടങ്ങി. വിശ്വാമിത്രർ പറഞ്ഞു, അവിടെ നിന്നോളൂ എന്നും പറഞ്ഞു. അവിടെ ഒരു സ്വർഗ്ഗം അങ്ങോട്ട് പണിത് കൊടുത്തു. ആ സ്വർഗ്ഗമാണ് നമ്മളൊക്കെ ഇടയ്ക്ക് പോയി വരാറില്ലേ. രണ്ടാമത്തോള് സാവിത്രി ബോംബേക്കും വിളിക്കുന്നുണ്ട്, മൂന്നാമത്തോള് ശാരദ ഡൽഹിക്കും വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ബന്റെ കൂടെയാ. ആരുടെ കൂടെ? ത്രിശങ്കു സ്വർഗത്തിലെ ചെന്താർത്ഥം അങ്ങനെ പറയാറില്ലേ നമ്മുടെ ത്രിശങ്കു സ്വർഗത്തിലെ പറഞ്ഞ എന്താ? അവിടെയല്ല ഇവിടെയല്ല, നടുക്ക് പെട്ട് കഷ്ടത്തിലായി എന്നാണ്. രണ്ടിനും നിവൃത്തിയില്ലാണ്ട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ശ്രദ്ധിച്ച് കേൾക്കണേ. ശാസ്ത്രവിഹിതമല്ലാത്ത സമ്പ്രദായത്തിൽ സഞ്ചരിക്കണോര് അവിടെയല്ല ഇവിടെയല്ലാണ്ട് എല്ലാറ്റിനും ഒരു വഴിയുണ്ട്. സ്വർഗത്തേക്ക് പോണോ? വിദ്യയുണ്ട്. സ്വർഗകാമോ യജേത, സ്വർഗകാമോ ജ്യോതിഷ്ടോമേന യജ്ഞേന യജേത. എനിക്ക് വിദ്യയുണ്ട്, ആ വഴി കൂടി പോയി അങ്ങോട്ട് പോവാം. അല്ലാതെ ഈ ഓടലോടെ അവിടേക്ക് പോകണമെന്നൊന്നും വായിച്ചു പിടിച്ചാലൊക്കെ എന്താ ഉണ്ടാവുന്നത്? അവിടെയല്ല ഇവിടെ അല്ലാത്ത ഗതിയിൽ. അതുകൊണ്ട് നമ്മൾ ഈ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരുടെ ഗതി കഷ്ടപ്പാടും ദുരിതമാണെന്നാ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ പുത്രനാണ്, ഈ ത്രിശങ്കുവിന്റെ പുത്രനാണ് ആര്? നമ്മൾ പറഞ്ഞ ഹരിശ്ചന്ദ്രനെ. ഹരിശ്ചന്ദ്രന്റെ വംശത്തിലാണ് സകരൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായി. അദ്ദേഹം 100 യാഗം കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായിച്ചു? 100ാമത്തേന് ഒരുങ്ങിയപ്പോഴാണ് കുതിരയെ കൊണ്ട് ഇന്ദ്രൻ മോഷ്ടിച്ചു കൊണ്ടുപോയി കപില മഹർഷിയുടെ അടുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു. അപ്പൊ കപില മഹർഷിയുടെ അടുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് കുതിരയെ തിരഞ്ഞു വന്ന സകരന്റെ പുത്രന്മാർ 60,000 പേര് എവിടെ എത്തി? രസാതലത്തിൽ ഇവിടെ വന്നപ്പോൾ മഹർഷിയുടെ അടുത്ത് കുതിരയെ കണ്ടപ്പോൾ മഹർഷിയാണ് കുതിരയെ മോഷ്ടിച്ചത് നിരീക്ഷിച്ചിട്ട് മഹർഷിയുടെ നേരെ യുദ്ധം ചെയ്യാനും കുത്താനും മുറിക്കാനും ഒക്കെ ചെയ്യുന്നു. മഹർഷി ഒച്ചപ്പാട് കേട്ട് കണ്ണു തുറന്നപ്പോഴേക്ക് 60,000 പേരും ഭസ്മായി പോയി. ഇപ്പൊ പരീക്ഷിച്ച് ചോദിച്ചു, ഗുരുനാഥ, എന്തിനാ ഈ മഹർഷിമാർ ഇങ്ങനെ ഭസ്മം ഉണ്ടാക്കണത്? അപ്പോൾ മഹർഷി ഭസ്മം ഉണ്ടാക്കിയതല്ല, ഈ കൊല്ലണം എന്ന ബുദ്ധി മഹർഷിയുടെ നേരെ പറ്റുള്ളൂ കൊണ്ടുവന്നില്ലേ, ആ ബുദ്ധി മഹർഷിയുടെ മഹിമയിൽ തട്ടി തിരിച്ചു കൊണ്ടതാണ്. ആർക്ക്? പന്തടിച്ചു, ചുമരിന്റെ മുകളിലേക്ക് അടിച്ചു, അത് വന്ന് നെഞ്ചത്തേക്ക് വന്നടിച്ചു. അപ്പം നമ്മൾ മറ്റേ തുള്ളി ഇവന് വീണ് നോക്കി കിടക്കുക. എന്ത് തുള്ളി? എന്തെങ്കിലും ആവട്ടെ, ആശുപത്രിയിൽ മറ്റേ ടിപ്പ് കേൾക്കില്ലേ? അത് തന്നെ. ആരെയാ കുറ്റം പറയുന്നത്? മതിലിനെയോ പന്തിനെയോ? പന്തും അതിലല്ല, അങ്ങോട്ടടിച്ചതല്ലേ ഇങ്ങോട്ടടിച്ചത്, അത്രയും. അങ്ങനെ ഈ സകരന്റെ പുത്രന്മാരൊക്കെ മരിച്ചു പോയപ്പം സകരന് വേറൊരു പുത്രൻ ഉണ്ടായിരുന്നു. ആ പുത്രന്റെ പേരാണ് അസമഞ്ജസൻ. അസമഞ്ജസന്റെ പുത്രൻ അംശുമാൻ എന്ന് പറയും. അംശുമാൻ അന്വേഷിച്ചു, കുതിര അന്വേഷിച്ച് ഇവിടെ എത്തി, മഹർഷിയെ നമസ്കരിച്ചു. അപ്പോൾ ആ മഹർഷി പറഞ്ഞപ്പോഴാ മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണെന്ന്. കുതിരയെ കൊടുത്തു. അപ്പൊ കുതിരയെ കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ പൂർവികന്മാർക്ക് നന്മയുണ്ടാവാൻ അനുഗ്രഹം കൊടുക്കണേ പറഞ്ഞു. അപ്പൊ അവരെ ഞാൻ അനുഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഗംഗാജലം സ്പരിശിച്ചാലേ നന്നാവുള്ളൂ എന്നും പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു കുതിരയെ കൊണ്ടുവന്ന് സകരന് കൊടുത്തു. സകരൻ യജ്ഞം പൂർത്തിയാക്കി. അംശുമാൻ ഗംഗയെ കൊണ്ടുവരാൻ തപസ് ചെയ്തു. പക്ഷെ ഗംഗയെ കൊണ്ടുവരാൻ പറ്റിയില്ല, അംശുമാൻ മരിച്ചു. അംശുമാൻ ഒരു പുത്രനുണ്ടായി. പുത്രന്റെ പേരാണ് ദിലീപൻ. ദിലീപൻ തപസ് ചെയ്തു, ദിലീപനും പറ്റിയില്ല, ദിലീപനും മരിച്ചു. ദിലീപൻ ഒരു പുത്രനുണ്ടായി. ആ പുത്രന്റെ പേരാണ് ഭഗീരഥൻ എന്ന് പറയും. ഭഗീരഥൻ തപസ് ചെയ്തു, കേമായ തപസ്. അതിൽ ഗംഗ പ്രസാദിച്ച് പ്രത്യക്ഷമായി. ചോദിച്ചു, ഉണ്ണി എന്താ വേണ്ടോ ചോദിച്ചു. പറഞ്ഞു, അമ്മേ ഭഗവതി ഭൂമിയിലേക്ക് വരണം, എൻ്റെ പൂർവികന്മാർക്ക് നന്മ ഉണ്ടാക്കാൻ വരണേ എന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, വരില്ല എന്നും പറഞ്ഞു. അയ്യോ, അതെന്താ ചോദിച്ചു. ഞാനേ ഭൂമിയിൽ വന്നാൽ ഭൂമിയിലെ സകല മഹാപാപികളും തോർത്തുമുണ്ടായിട്ട് നിൽക്കുക, അത് വന്നിട്ട് വേണം മുങ്ങിയിട്ട് തീർക്കാനേ. മറ്റോളൊക്കെ മഹാപാപികളൊക്കെ കൂടെ വന്നിട്ട് തൻ്റെ മുങ്ങി ഇങ്ങോട്ട് കയറിപ്പോയാൽ മറ്റോളുടെ പാപമൊക്കെ ഏറ്റുവാങ്ങി ഞാൻ അങ്ങോട്ട് കറുത്ത് മെലിഞ്ഞ് ആലോചിക്കാൻ വയ്യ, ഞാൻ വരില്ല. ആര് പറഞ്ഞു? ഗംഗാദേവി. അതൊന്ന്. പിന്നെ രണ്ടാമത്തേതേ, ഞാൻ അങ്ങനെയൊന്നും അങ്ങോട്ട് വരില്ല, ഞാൻ എത്ര ഉയരത്തുനിന്നാ വരണേന്നറിയോ, വലിയ ശക്തിയുള്ളവളാണ്. കുത്തി മറിഞ്ഞ താഴേക്ക് കീഴ്പ്പെട്ട് വരുമ്പം ഭൂമി തുളച്ച പാതാളത്തേക്ക് എത്തിപ്പോവും, വരില്ല എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പം ഭഗീരഥൻ മഹായോഗ്യനാ. അദ്ദേഹം പറഞ്ഞു, അമ്മ ഒരു കാര്യം മനസ്സിരുത്തണം, ഞാൻ പറയാം. എന്താ വെച്ചാലേ
ഭൂമിയിൽ പാപിയോള് വന്ന് മുങ്ങിയിട്ട് വിഷമുണ്ടാവുന്നല്ലേ പറഞ്ഞത്. ഭൂമിയിൽ പാപിയോള് മാത്രമല്ലല്ലോ, പുണ്യം ചെയ്തവരും ഇല്ലേ. 10 പാപിയോള് മുങ്ങി. 10 പാപിയോള് മുങ്ങി. ഈ 10 പാപിയോള് മുങ്ങിയിരിക്കുമ്പോഴാണ് ഒരു 100 പുണ്യവാന്മാർ കേരളത്തിൽ നിന്ന് വണ്ടി വിളിച്ച് അവിടേക്ക് പോയി. അത് മുഴുവനും ഇവിടെയാണല്ലോ കിടക്കുന്നത്. ഗംഗയിലേക്ക് പോയി. അങ്ങനെ ഈ 100 പേര് ആ പുണ്യം ചെയ്തവര് ഗംഗയിൽ മുങ്ങി. ഇപ്പൊ എത്രയാ ലാഭം? 90. ആ എക്കണോമിക്സ് ആർക്ക് ഇഷ്ടായി? ഇവിടെ 10ന് 90 കിട്ടിയത്, ലാഭമല്ലേ, നഷ്ടക്കേസില്ലല്ലോ. നന്നായി. അപ്പൊ പാപിയോള് മുങ്ങണേന്റെ ദുരിതം പുണ്യം ചെയ്തവര് മുങ്ങുമ്പം തീരും. അതിന് പരിഹാരമായി. മറ്റേതോ ഏത് തുളച്ചു പോണതിന്, അതിന് ഞാൻ ഭഗവാൻ ശ്രീ പരമേശ്വരനെ പറഞ്ഞ് ഭജിച്ച് പ്രത്യക്ഷാക്കട്ടെ, ഭഗവാനെ ഏറ്റോളെന്നും പറഞ്ഞു. അങ്ങനെ ഭഗവാനെ പ്രത്യക്ഷാക്കി. പരമേശ്വര ഭഗവാൻ ചോദിച്ചു, എന്താ ഉണ്ണിയെ ചോദിച്ചു. ഗംഗാദേവി അമ്മ വരികയായി, ഭഗവാൻ ഒന്ന് താങ്ങി നിർത്തണേ എന്നും പറഞ്ഞു. അപ്പം ഭഗവാൻ ചോദിച്ചു, ഉണ്ണി എപ്പോഴാ ഗംഗ വരിക ചോദിച്ചു. ഗംഗ ഒരു 2-2:15 വരും എന്നും പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ഇവിടെ ഉണ്ടാവും എന്നും പറഞ്ഞു. ഭഗവതി വരണ നേരം നോക്കി ഭഗവാൻ ജടയൊക്കെ കെട്ടഴിച്ച പരത്തി കെട്ടി നല്ലോണം അവിടെ ഇങ്ങനെ നിന്നു, വന്നോട്ടെ വെച്ചിട്ട്. അങ്ങനെ 2:15 കഴിഞ്ഞു, 3:15 കഴിഞ്ഞു, 4:15 കഴിഞ്ഞു, 5:15 കഴിഞ്ഞു, 6:15 ആയപ്പം ഭഗവാൻ ചോദിച്ചു, ഉണ്ണിയെ ഗംഗ എവിടെ ചോദിച്ചു. വന്നില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പം ഭഗീരഥൻ പറഞ്ഞു, ഗംഗ 1:15 വന്നു, ബിഫോർ ടൈം. മധുരാശിമയിൽ പോലെ നേരത്തെ വന്നിരിക്കണേ. ഭഗവാന്റെ മൂർധാവിക്ക് വലിയ ശക്തിയുള്ളവളാണെന്ന് നമ്മൾ കുത്തി മറിഞ്ഞ് ചാടി വന്നിട്ടൊന്നും കാര്യമില്ല. ഭഗവാൻ അറിഞ്ഞതേ ഇല്ല. അത്രക്കേ ഉള്ളൂ ആരുടെ തലയിൽ. വൃത്തയുടെ ജടയിലുണ്ടെന്നും പറഞ്ഞു. ഉണ്ണിയെ ശരി ആയിക്കോട്ടെ, ആ ജടയെ നിങ്ങോട്ട് ചരിച്ചു. ചരിച്ചപ്പോൾ ആ ജടയെന്ന് ആര് പുറത്തേക്ക് ചാടി? ഗംഗ. നോക്കൂ, ഭാഗവതത്തിൽ ഗംഗയുടെ പുറപ്പാട് ഇത്രയേ ഉള്ളൂ കേട്ടോ. വാൽമീകി രാമായണത്തിൽ ഒരു ലേശം കൂടി ഉണ്ട്. ഇപ്പൊ അത് വായിക്കാൻ പാടാ, അതുകൂടി പറയാം. ഈ ഗംഗ ജടയെന്ന് അങ്ങോട്ട് ചാടി പുറത്തേക്ക് വരുമ്പം ആ ഒഴുകി പോണ വഴിയിലാണ് അന്ന് ജഹ്നു എന്ന് പേരായിട്ടൊരു മഹർഷിയുടെ ആശ്രമമുണ്ട്. ആ ആശ്രമത്തിന്റെ നേരെ അത് കുത്തി മറിഞ്ഞ് പണ്ട് നമ്മുടെ കടലിന്റെ പക്കത്ത് മറ്റേ സാധനം പൊന്തി വന്നില്ലേ, അതിന്റെ പേര് സുനാമി അല്ല, ദുർനാമി. അതന്നെ, വെള്ളം പൊന്തിയിട്ട് കണ്ട് ഒരു ഇതുണ്ടായില്ല. അതേ ജാതിയിലാ വരണത്, ആശ്രമമൊന്നും ഉണ്ടാവില്ല എന്നുള്ള മട്ടില് മഹർഷി ജഹ്നു എന്ത് ചെയ്തു? അദ്ദേഹം കുനിഞ്ഞു നിന്ന് ആ ഗംഗ ഇങ്ങോട്ട് കോരി എങ്ങനെ അങ്ങോട്ട് കുടിച്ചു. ഗംഗ അപ്പൊ എവിടെ എത്തി? ജഹ്നു മഹർഷിയുടെ വയറ്റിലെത്തി. അവിടെ നിന്ന് അങ്ങോട്ട് തൊഴുതു. ആര്? നല്ലോണം ഭജിച്ചു ഭഗീരഥൻ. അപ്പം പ്രസാദിച്ചിട്ട് മഹർഷി തൻ്റെ ചെവിടിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് അങ്ങോട്ട് വിട്ടു. ആരെ? ഈ ഗംഗയെ വിട്ടു. അങ്ങനെ ജഹ്നുവിൻ്റെ ചെവിട്ടിൽ കൂടി പുറത്തേക്ക് വന്നോളായതുകൊണ്ട് ഈ ഗംഗയ്ക്ക് ഒരു പേരും കൂടി ഉണ്ടായി. ജഹ്നുവിൻ്റെ മകള് എന്ന അർത്ഥത്തിൽ ജാഹ്നവി എന്ന് പേരുണ്ട്. ഇങ്ങനെയാണ് ജാഹ്നവി പേരുണ്ട്. ജാഹ്നവി തീരെ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഇതുണ്ടായത്. അങ്ങനെ ഭഗീരഥൻ മുമ്പിലും ഭഗീരഥി പിമ്പിലായിട്ട് എങ്ങോട്ട് പോന്നു? ഈ രസാതലത്തിൽ വന്നു. പൂർവികന്മാരെയൊക്കെ സ്പരിശിച്ചു. അവർക്കൊക്കെ നന്മയുണ്ടായി. അവരൊക്കെ മോക്ഷം നേടി പോവുകയും ചെയ്തു. ഇതാണ് ഭഗീരഥന്റെ മഹിമ.